കർത്താവിന് സ്തോത്രം. വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളുടെ ബൈബിൾ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ദൈവവചനത്തിന് മുമ്പിൽ ഇരിപ്പാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുന്നതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടതായ ഒരു കാര്യം, സൃഷ്ടിയിൽ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച് ഒരു വളരെ വലുതായ ഒരു ലക്ഷ്യമുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വെറുതെ അങ്ങ് സൃഷ്ടിക്കുകയല്ലായിരുന്നു, ഒരു പ്രത്യേകമായ ഉദ്ദേശ്യത്തോടുകൂടെ, ഒരു ദൗത്യത്തോടുകൂടെ, ഒരു മിഷനോടുകൂടെ അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് സൃഷ്ടിയുടെ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അടിസ്ഥാനപരമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവനോടുള്ള സഹവാസത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് അവനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവം ആത്മാവാണ്, അതുകൊണ്ട് നമ്മളെയും ആത്മരൂപികളായി, എന്നാൽ നമുക്കൊരു ശരീരമുണ്ട്, അങ്ങനെ കർത്താവ് സൃഷ്ടിച്ചു. കാര്യം, ഈ മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേഷനും കമ്മ്യൂണിയനും, സംസാരം മാത്രമല്ല, പകരം സഹവാസം കർത്താവ് ആഗ്രഹിച്ചു. അങ്ങനെ അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ്റെ ജീവൻ, അത് മനുഷ്യൻ്റെ ശാരീരിക ജീവൻ്റെ കാര്യമല്ല പറയുന്നത്, പ്രത്യുത അവൻ്റെ ആത്മാവ് സജീവമായത് ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ആത്മാവിനോട് സംവദിച്ചത് കൊണ്ടാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവും മനുഷ്യൻ്റെ ആത്മാവും തമ്മിലുള്ള നിരന്തര സമ്പർക്കമാണ് ശരിക്കും ഏദൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ നിരന്തരമായി ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൽ കഴിഞ്ഞ മനുഷ്യൻ, ദൈവം അവനോട് പറഞ്ഞു, നീ ഇൻഡിപെൻഡൻ്റ് ആകരുത്, നന്മ തിന്മ എന്താണെന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, അല്ലാതെ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. നിന്നെ നന്മ അറിയാവുന്നവനായി ഞാൻ സൃഷ്ടിച്ചു, പക്ഷേ നീ പോയി തിന്മയൂടെ കണ്ടെത്തി അതും കൂടെ നീ അനുഭവിക്കാൻ തുടങ്ങിയാൽ നിന്റെ മരണമാണ്. നിന്റെ മരണമെന്ന് ഉദ്ദേശിക്കുന്നത് ശാരീരിക മരണമല്ല, പ്രത്യുത പിന്നെ നമ്മൾ തമ്മിലൊരു ഇടപാടും, നമ്മളിത് പറയുമല്ലോ, നീ ഇത് കാണിച്ചാൽ പിന്നെ നമ്മൾ തമ്മിലൊരു ഇടപാടും കാണത്തില്ലെന്ന് പറയത്തില്ല എന്ന് പറഞ്ഞതുപോലെ, അത് പിണങ്ങി പറയുന്നതല്ല. ദൈവം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കർത്താവ് പറയുകയാണ്, മോനെ, പിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുകയില്ല. കാരണം ഞാൻ വിശുദ്ധനായ ദൈവമാണ്. അങ്ങനെ വിശുദ്ധനായ ദൈവവുമായിട്ടുള്ള സഹവാസത്തിലൂടെ മാത്രമേ മനുഷ്യന് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അല്ലാതെ വരുമ്പോൾ ദൈവവുമായിട്ടുള്ള മനുഷ്യൻ്റെ സമ്പർക്കവും സഹവാസവും ഇല്ലാതെയായി തീരുന്നതായ ഒരു അവസ്ഥ. എന്നാൽ പാപം ചെയ്ത് ദൈവ സഹവാസം നഷ്ടപ്പെടുത്തിയ, ദൈവവുമായുള്ള സംസർഗം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ വീണ്ടും തേടിച്ചെല്ലുന്നവനായ ദൈവം. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം ആദാമിൻ്റെയും ഹവ്വയുടെ അടുത്ത് ഇറങ്ങി വരുമായിരുന്നു, എല്ലാ ദിവസവും. എന്നാൽ അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട് അവനുമായി ദൈവവുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിൽ കഴിയുന്ന ആദമിൻ്റെ ഹവ്വയുടെ അടുത്തോട്ട് ഇറങ്ങി വരുന്നതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ്റെ അടുത്തേക്ക് അന്ന് വൈകുന്നേരവും ദൈവം ഇറങ്ങി വന്നു എന്നുള്ളതാണ്. അതാണ് ദൈവത്തിൻ്റെ കരുണ. തേടി വരുന്നവനായ ദൈവം, നമ്മളെ തേടി വരുന്നവനായ ദൈവം. അവൻ്റെ തേജസ്സിൻ്റെ വസ്ത്രം മനുഷ്യന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തേജോമയനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ കഴിയാതെ വണ്ണം അവൻ നഗ്നനായി തീർന്നു. ദൈവത്തിനതറിയാം. അതുകൊണ്ട് ഈ മനുഷ്യന്, തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന്, അവൻ്റെ തേജസ്സിൻ്റെ വസ്ത്രം മടക്കി കൊടുക്കുവാൻ ദൈവം ഒരു പദ്ധതി മുന്നൊരുക്കിയിരുന്നു. അതാണ് യേശുക്രിസ്തു. അവൻ തേജസ്സിൻ്റെ കർത്താവാണ്. അവൻ ഭൂമിയിലേക്ക് വന്നു. എന്താണ് മനുഷ്യൻ്റെ തേജസ്സിൻ്റെ വസ്ത്രം കുത്തിക്കീറിക്കളഞ്ഞത്? മനുഷ്യൻ്റെ പാപം. അപ്പോൾ അടിസ്ഥാനപരമായി മനുഷ്യന് തേജസ്സിലേക്ക് മടങ്ങി വരണമെങ്കിൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവന് വിടുതൽ ലഭിക്കണം, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കണം. അതിനുവേണ്ടി മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കാൽവറി ക്രൂശിൽ യേശു മരിച്ചു. തൻ്റെ മരണത്താൽ ദൈവത്തിൻ്റെ പദ്ധതി യേശു കർത്താവ് നിർവഹിക്കുന്നത് തൻ്റെ മരണത്താലാണ്. മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ അവൻ തോൽപ്പിച്ചു യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ. മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ് യേശു കാൽവറി ക്രൂശിൽ മരിച്ചത്. അങ്ങനെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് കാൽവറി ക്രൂശിലൂടെ യേശു മനുഷ്യന് വിടുതൽ കൊടുത്തു. വീണ്ടെടുപ്പ്, റിഡംഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. എന്നാൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ ലഭിച്ച മനുഷ്യൻ സ്വതന്ത്രനായി പിന്നെ പോയി കഴിഞ്ഞാൽ സെയിം കാര്യമാണ് സംഭവിക്കുന്നത്.
ദൈവവുമായി സംസർഗത്തിലായിരുന്ന മനുഷ്യൻ സ്വതന്ത്രനായപ്പോഴാണ് അവൻ പാപത്താൽ ബാധിക്കപ്പെട്ടവനായി തേജസ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ യേശു പിന്നീട് സ്വതന്ത്രനായി വിടുന്നില്ല. വീണ്ടും ജനിച്ച ഏത് വ്യക്തിയും ഇൻഡിപെൻഡൻ്റ് അല്ല, അവൻ ഡിപ്പെൻഡൻ്റ് ആണ്. അവൻ ദൈവത്തോടെ യേശുവിനോട് ഡിപ്പെൻഡൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പോലെ യേശു നമുക്ക് ദൈവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. പാപത്തിൽ നിന്നവൻ സ്വാതന്ത്ര്യം നൽകി. പക്ഷേ ദൈവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പരിശ്രമിക്കരുത്. അതാണ് ആദം ചെയ്ത തെറ്റ്. ഹി വാണ്ടഡ് ടു ബി ഇൻഡിപെൻഡന്റ് ഫ്രം ഗോഡ്. അതായിരുന്നു ആദ്യത്തെ പാപം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എന്തുണ്ടാകരുത്? ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻസ് ഉണ്ടാകരുത്. അങ്ങനെയാകുമ്പോൾ യേശുവുമായി ഒരു നിരന്തര സമ്പർക്കം. ആദമിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി നിരന്തരമായി ആ ദൈവ ശ്വാസം അവനിലുണ്ടായിരുന്നത് പോലെ ഇപ്പോൾ നമ്മൾ യേശുവിനെ ബ്രീത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മാത്രമല്ല, പാപത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അടിമത്തത്തിൽ നിന്നും നമുക്ക് കർത്താവ് വിടുതൽ നൽകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവൻ വിടുവിച്ചു. പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് അവൻ വിടുതൽ നൽകുന്നു. പാപത്തിൻ്റെ സ്വഭാവത്തെ മാറ്റി നമ്മളെ ആത്മസ്വഭാവമുള്ളവരാക്കുന്നു. ഒടുവിൽ നമുക്ക് നമ്മുടെ തേജസ്സിൻ്റെ വസ്ത്രം നമുക്ക് ഓൾറെഡി നീതീകരിക്കപ്പെട്ടപ്പോൾ നമുക്ക് തേജസ്സിൻ്റെ വസ്ത്രം ലഭിച്ചു. അതുകൊണ്ടാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നീതീകരിക്കപ്പെട്ടപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു. പക്ഷേ നാം നിൽക്കുന്ന ഈ കൃപയിൽ അവിടെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെയും എല്ലായിടത്തും പറയുന്നൊരു കാര്യം ഈ തേജസ്സിൻ്റെ കാര്യം എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. എന്ത് കൃത്യമായിട്ട് തേജസ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് പാപമോചനം പ്രാപിച്ചവരായ നമുക്ക് നീതീകരണത്താൽ പ്രവേശനം ലഭിച്ചെങ്കിൽ ആ പ്രവേശനം ലഭിക്കുമ്പോൾ അതിനപ്പുറത്ത് ഉള്ള ആ വലിയ തേജസ് കണ്ട് ആ തേജസ്സിനായി ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. പിന്നെ നമ്മുടെ പ്രത്യാശ മുഴുവൻ എന്താണ്? വീണ്ടും ജനിച്ച മനുഷ്യൻ അവൻ നീതീകരിക്കപ്പെട്ടു. പിന്നെ നമ്മുടെ പ്രത്യാശ തേജസ്കരണമാണ്, തേജസ്സ. അതിൻ്റെ ഇടയ്ക്കുള്ള പാതയാണ് വിശുദ്ധിയുടെ പാത, വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ. നീതീകരണം ഒരു വാതിലാണെങ്കിൽ വിശുദ്ധീകരണം ഒരു വഴിയാണ്. ആ വിശുദ്ധീകരണത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് തേജസ്കരണമാണ്. ഈ നിരന്തരമായ യാത്രയിൽ നമ്മൾ കർത്താവിൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ അതാണ് ആത്യന്തികമായി നമുക്ക് സംഭവിക്കുന്നതാണ്. നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ ആത്യന്തികമായി നമുക്ക് ഉള്ള തേജസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ യേശുവിനെ പോലെ ആവുക എന്നുള്ളതാണ്. അതിലേക്കുള്ള ഒരു യാത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത ഒന്ന്, നമ്മുടെ ദൗത്യം ഭൂമിയിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്വപ്നം എന്താണ്? അടിസ്ഥാനപരമായി നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തിൽ അനുരൂപരായിക്കൊണ്ട് നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന ദൈവ സംസർഗത്തിൽ നിത്യത മുഴുവൻ ജീവിക്കുന്നതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം. അതായിരുന്നു സൃഷ്ടിയിലെ സ്വപ്നം, അതുതന്നെയാണ് വീണ്ടെടുപ്പിലെ സ്വപ്നവും. അതുകൊണ്ട് അവൻ നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്, നമ്മളെ മക്കളാക്കിയിരിക്കുകയാണ്. നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ വല്ലവിധേനയും വിശുദ്ധ ജീവിതം ജീവിച്ചങ്ങ് സ്വർഗത്തിൽ പോകുന്നത് മാത്രമല്ല ദൈവം നമുക്ക് നൽകിയ മിഷൻ.
കാര്യം ദൈവത്തിൻ്റെ മനസ്സിൽ ഒന്നോ രണ്ടോ പേരൊന്നും അല്ല. ദൈവത്തിൻ്റെ മനസ്സിൽ ഈ വിശുദ്ധ സമൂഹമെന്ന് പറയുന്നത് വളരെ വിശാലമാണ്. ആദമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഭൂമിയിലെ സകല മനുഷ്യരും നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലെ സ്വപ്നം എന്ന് പറയുന്നത്, എന്നെക്കുറിച്ചുള്ള സ്വപ്നം തീർച്ചയായും ഞാൻ അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തിൽ അനുരൂപനായിക്കൊണ്ട് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നതാണ്. എന്നാൽ അതേസമയം ഞാനോ നിങ്ങളോ മാത്രം പോരാ. അവൻ്റെ ഈ സമൂഹത്തിൽ അനേക ആളുകളെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. കർത്താവിൻ്റെ വരവിൽ നമ്മൾ അവനോട് സദൃശന്മാരായിക്കൊണ്ട് അവൻ്റെ സന്നിധിയിൽ പോകണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. എന്നാൽ ഇവിടെ നമുക്കൊരു മിഷനുണ്ട്. യേശു കർത്താവ് എന്ത് ലക്ഷ്യത്തോടുകൂടെയാണ് ഭൂമിയിൽ വന്നത്? മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് വീണ്ടും ദൈവ സംസർഗത്തിലേക്ക് മനുഷ്യവർഗത്തെ കൊണ്ടുപോകാനാണ്. അതാരൊക്കെയാണ്? എല്ലാവരെയും കൊണ്ടുപോകണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. എല്ലാവരും പോകുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എല്ലാവരും പോയില്ലെന്നിരിക്കും. പക്ഷേ എല്ലാവർക്കും പോകാനുള്ള ആ സാഹചര്യമുണ്ട്. ഇനി നമ്മുടെ ചുമതലയാണ് എത്രയും പേരെ എന്ത് ചെയ്യണം? ഈ തേജസ്സിൻ്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അത് യേശുവിൻ്റെ മിഷനാണ്. ആ യേശുവിൻ്റെ മിഷനിൽ നമ്മൾ പങ്കാളികളാകണം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റതിന് ശേഷം അന്ന് രാത്രിയിൽ അവരുടെ അടുക്കൽ ചെന്ന്, ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന്, 19 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കറിയാവുന്ന വേദഭാഗമാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരെല്ലാം പേടിച്ചിരിക്കുക. കാര്യം ഒരു യേശുവിൻ്റെ ശരീരം കാണാനില്ലെന്നുള്ളത് ഇപ്പോൾ പലരും പറഞ്ഞു ഇതങ്ങ് വ്യാപിച്ചു. യേശുവിൻ്റെ ശരീരം കാണാനില്ല. അപ്പോൾ യഹൂദ പ്രമാണികൾ പണം കൊടുത്ത് പട്ടാളക്കാരോട് പറഞ്ഞു, നിങ്ങൾ പറയണം ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയി. എനിക്കിപ്പോഴും മനസ്സിലാകാത്തതാ ഒരു കാര്യമാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ ശിഷ്യന്മാർ വന്നത് ഇവന്മാരെങ്ങനെ അറിഞ്ഞെന്ന്. കാര്യം ഇതൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് പിന്നെ ഒരു കള്ളത്തരം കൂടെ കാണിക്കേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പം ശിഷ്യന്മാർ വന്ന് മോട്ടിച്ചുകൊണ്ട് പോയെന്ന് ഒരു കഥ പ്രചരിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കഥ ഇപ്പോൾ യഹൂദന്മാരുടെ എല്ലാം മനസ്സിലും അതുപോലെ പട്ടാളക്കാരുടെ അടുത്തും അധികാരികളുടെ അടുത്തും ഒക്കെ എത്തി. ഏത്? ശിഷ്യന്മാർ വന്ന് യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന്. അങ്ങനെ യഹൂദന്മാരെ പേടിച്ച് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്നിട്ട് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവരെ കയ്യും വിലാപ്പുറവും കാണിച്ചു. ഞാനിത് വിശദമാക്കുന്നില്ല. ഇവിടെ ഈ പീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എന്തുവാ ഒരു മനസമാധാനമല്ല. പലപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലോ, മോനെ നീ യോഗത്തിന് പാടാം നിനക്കൊരു മനസമാധാനം ഉണ്ടാകട്ടെന്ന്. അതിപ്പം ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ചിലപ്പം ശ്രീ രവിശങ്കറിൻ്റെ മീറ്റിങ്ങിന് പോയാലും എന്തുവാ ഒരു മനസമാധാനം. അത് പക്ഷേ യോഗം കഴിയുമ്പം തീരുന്നതാണ് ഈ മനസമാധാനം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു സമാധാനമല്ല യേശു പറയുന്നത്. യേശു പറയുന്നത് നൗ യു ഹാവ് പീസ് വിത്ത് ഗാഡ്. നേരത്തെ നിങ്ങൾ ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം നമ്മൾ കണ്ടതാണ്. ദൈവത്തോട് സമാധാനമുണ്ട്. പക്ഷേ ഈ സമാധാനം സാധാരണ യഹൂദന്മാർ തമ്മിൽ കാണുമ്പോഴെല്ലാം പറയുന്നത് ഷാലോം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം, പീസ് ബി അൺടു യു. ഇത് യഹൂദന്മാർ എപ്പോഴും പറയുന്നതാണ്. പക്ഷേ യേശു പറഞ്ഞ ഈ പീസ് ബി അൺടു യു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത് ഒരു സാധാരണ ഗ്രീറ്റിംഗ് അല്ല. കാരണം എന്താ? അത് കഴിഞ്ഞപ്പോൾ യേശു കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. എന്നിട്ട് പറയാണ്, നിങ്ങൾക്കിത് ദൈവത്തോട് സമാധാനമാണ്. നൗ യു ഹാവ് പീസ് വിത്ത് ഗാഡ്. പക്ഷെ അതിന് ഞാനൊരു വില കൊടുക്കേണ്ടി വന്നു. എന്താണ്? എൻ്റെ കൈകളിൽ ആണിയടിക്കപ്പെട്ടു, എൻ്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഈ സമാധാനം സാധ്യമാക്കിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം. എൻ്റെ മരണത്തിലൂടെ ഞാൻ നേടിയെടുത്തതാണ് ദൈവത്തോടുള്ള ഈ സമാധാനം. ഓക്കെ, ഇനി ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷിച്ചു. കർത്താവിനെ കണ്ടതുകൊണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം,
പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അതായത് ഇവിടെ പറയുന്നത് പിതാവ് എന്തിനാണ് എന്നെ ലോകത്തിലേക്ക് അയച്ചത്? കർത്താവ് പറയാണ് മനുഷ്യവർഗത്തെ ദൈവത്തോട് നിരപ്പിക്കുവാൻ, അങ്ങനെ മനുഷ്യനും ദൈവവും തമ്മിൽ സമാധാനമുണ്ടാക്കാൻ, റിക്കൺസിലിയേഷൻ നടക്കാനായിട്ട്, യഥാസ്ഥാപനം നടക്കാൻ. ദൈവവും മനുഷ്യനും തമ്മിൽ പിണങ്ങിയിരുന്നത് ഇപ്പോൾ നേരത്തെ പിണക്കമായിരുന്നു. പിണക്കമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പാപം ചെയ്ത മനുഷ്യനെ ദൈവത്തിന്, നീതിമാനായ വിശുദ്ധനായ ദൈവത്തിന് ചേർത്തണയ്ക്കുവാൻ കഴിയുമായിരുന്നില്ല. കാര്യം ദൈവം വിശുദ്ധനും നമ്മൾ പാപികളുമാണ്. അവനെ ചേർത്തണയ്ക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകി നമ്മളെ വിശുദ്ധീകരിച്ച് എന്നിട്ട് പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. നീതീകരിച്ചതിന് ശേഷം, അതുകൊണ്ടാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഈ സമാധാനം നീതീകരിക്കപ്പെടാത്തവർക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മതപരമായ മീറ്റിങ്ങുകളിലും ഇനി ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ മീറ്റിംഗ് പറഞ്ഞാലും മീറ്റിങ്ങിന് വന്നിരുന്ന് കൈകൊട്ടിപ്പാടിയാൽ ഒരു പക്ഷേ ഒരു മനസമാധാനമൊക്കെ ഉണ്ടാകും. പക്ഷേ ആ മനസമാധാനമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് നീതീകരിക്കപ്പെട്ടിട്ടുള്ള സമാധാനമാണ്, പീസ്. ഇവിടെ പീസ് എന്ന് പറയുന്നത് നീതിയുടെ അനന്തരഫലമായിട്ടാണ്, നീതീകരണത്തിൻ്റെ അനന്തരഫലമായിട്ടാണ്. ഇറ്റ് ഈസ് ആൻ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. ജസ്റ്റിഫിക്കേഷൻ നടന്നാലേ ഈ സമാധാനം സ്വാഭാവികമായും നമുക്ക് ലഭിക്കുന്നുള്ളൂ. എന്ത്? ദൈവത്തോടുള്ള സമാധാനം. എന്നാൽ കർത്താവ് പറയുക, എന്നെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യവർഗത്തെ ദൈവത്തോട് നിരപ്പിക്കുവാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പക്ഷേ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ലോകത്തിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുകയാണ്. എന്തിനാ? ഈ ഞാൻ നേടിയെടുത്ത, എൻ്റെ ക്രൂശ് മരണത്തിലൂടെ ഞാൻ നേടിയ സമാധാനം, മനുഷ്യവർഗത്തിന് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്നതായ ഈ സമാധാനം, നീതീകരണത്തിലൂടെ നീതീകരിച്ച് മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ചതായ ഈ സമാധാനം, അത് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. കാരണം 2000 വർഷം മുമ്പ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലൊരു പാലം പണിതു. പക്ഷെ പാലം പണിതത് കൊണ്ട് ഇക്കരെയുള്ളവരെല്ലാം അക്കരെ ചെന്നു എന്നർത്ഥമില്ല. അതിനെന്ത് വേണം? ഇക്കരെയുള്ള ഓരോരുത്തരും നടന്ന് അക്കരെ കയറണം. പക്ഷെ നമ്മുടെ പ്രശ്നം ഇക്കരെയുള്ള മിക്കവരും ഈ പാലം പണിതത് അറിഞ്ഞിട്ട് പോലുമില്ല. അതാ പ്രശ്നം. ഞാൻ 13 വർഷം മുമ്പ് സംബസിയ മൊസാംബിക്കിൽ ചെല്ലുമ്പോൾ സംബസി റിവർ, അത് കപ്പലൊക്കെ പോകുന്ന വലിയൊരു റിവറാണ്, നദിയാണ്. അതിൻ്റെ കുറുകെ പാലമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോകണമെങ്കിൽ ഫ്ലൈറ്റേ പോകണം, അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് പ്രായോഗികമായ കാര്യമല്ല. അതുകൊണ്ട് ഈ സംബസിയായി നിന്ന് ഒരാൾക്ക് മപ്പൂട്ടോയി പോകണമെങ്കിൽ സ്വാഭാവികമായി നടക്കാത്ത കാര്യമാണ്, ബ്രിഡ്ജില്ല. എന്നാൽ ഞാനവിടെ ഉണ്ടായിരുന്ന സമയത്ത് 10 വർഷം മുമ്പ് ഈ വലിയൊരു പാലം, നെടുനീളൻ പാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവർ സാംബസിയുടെ മുകളിൽ കൊണ്ടൊരു പാലം പണിതു. പക്ഷെ സംബസിയ പ്രോവിൻസ് വളരെ പാവങ്ങളുടെ ഒരു സ്ഥലമാണ്. അതിൻ്റെ അർത്ഥം അവരിൽ മിക്കവരും ഒരു പത്രം പോലും വായിക്കുന്ന ആളുകളൊന്നും അല്ല. ഇങ്ങനൊരു പാലം പണിതത് പോലും സംബസിയ പ്രോവിൻസിലുള്ള ആളുകൾ അറിഞ്ഞിട്ടില്ല. അവർക്ക് മപ്പുട്ടോയ്ക്ക് പോകണമെങ്കിൽ ആദ്യം ഒന്ന് അറിയണ്ടേ, ഇങ്ങനൊരു പാലം പണിതിട്ടുണ്ടെന്ന് അറിയണ്ടേ, ഇത് സാധ്യമാണെന്ന് അറിയണ്ടേ. അപ്പം നിങ്ങളുടെ ചുമതല എന്താ? നിങ്ങളുടെ ചുമതല ചെന്ന് പറയണം, പാലം പണിതു. നേരത്തെ നമ്മൾ വിരുദ്ധ ചേരിയിലായിരുന്നു, ദൈവത്തോട് സമ്പർക്കമില്ലാത്തവരും സംസർഗം അസാധ്യവുമായിരുന്ന ഒരു സമൂഹമാണ് നമ്മൾ. നിങ്ങൾക്ക് ആർക്കും ദൈവത്തോട് അടുക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പാലം പണിതു. ആ പാലം പണിതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് നടന്നു പോകാനായിട്ട് കഴിയും. ഈ പാലത്തിലൂടെ എല്ലാവർക്കും കയറാം, കയറുന്നവനെല്ലാം അക്കരെ ചെല്ലാനും പറ്റും. അങ്ങനെ അക്കരെ ചെന്നാൽ നിങ്ങളെ സ്വീകരിക്കുവാൻ, യേശുവാകുന്ന പാലത്തിലൂടെ അക്കരെ ചെല്ലുന്നവരെ എല്ലാം സ്വീകരിക്കുവാൻ പിതാവ് നോക്കിയിരിക്കുകയാണ്. അവൻ മൂലം നമുക്ക് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെല്ലണം. അതാണ് വാസ്തവത്തിൽ ഇവിടെ പറയുന്ന. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സൃഷ്ടിയിൽ ദൈവം ഉദ്ദേശിച്ചതായ ആ തേജസ്സിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോയി. ഇനി നമ്മൾ മറ്റുള്ളവരെ കൊണ്ടുപോകണം. മറ്റുള്ളവരെ കൊണ്ടുപോകാൻ നമ്മൾ പാലമൊന്നും പണിയണ്ട, അതൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തുമില്ല. ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായിരിക്കാൻ നമ്മളെ കൊണ്ട്
കഴിയില്ല. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി ഒരു മധ്യസ്ഥൻ ദൈവത്തിനും മനുഷ്യനും മധ്യത്തിൽ ഉണ്ട്. അത് യേശു കർത്താവാണ്. ആ യേശുവിങ്കലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. യേശു ദൈവരാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി ഈ ദൈവരാജ്യത്തിലേക്ക് പ്രജകളെ ചേർക്കേണ്ടത് നമ്മളാണ്. അവനെ രാജാവാക്കുവാൻ, അവനെ കർത്താവാക്കുവാൻ ആളുകളെ ഉത്സാഹിപ്പിച്ച് അവനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള അത് നമ്മുടെ ചുമതലയാണ്. പാപമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ആദമിനോട് ദൈവം പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ബ്ലെസ്സിങ് അതാണ്. അതായത് ദൈവികരായ ആദമും ഹവ്വയും അവർക്ക് മക്കളുണ്ടായാൽ മതി. ആ മക്കളുടെ വ്യാപനം. പക്ഷെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നീട് ജനിക്കുന്നവർ വിശുദ്ധ പ്രജകളല്ല. അപ്പൊ അതുകൊണ്ട് പുത്രോത്പാദനം കൊണ്ട് മാത്രം ദൈവരാജ്യം സ്ഥാപിക്കാൻ കഴിയുകയില്ല. അബ്രഹാമിന്റെ കാലത്ത് കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, നോഹയോട് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരെ പെരുകി. പക്ഷേ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ദൈവം പറയാണ്, ഞാനിനി ഈ ജനത്തെ എല്ലാം നശിപ്പിക്കാൻ പോകുകയൊന്നുമല്ല, എന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇനിയത്തേത് ഇൻഫിൽട്രേഷനാണ്. നീ ചെന്ന് ഈ ശപിക്കപ്പെട്ട ജനതയെ അനുഗ്രഹിക്കണം. അതിനുവേണ്ടി ഈ ജനതയുടെ മധ്യത്തിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണം. ഇതാണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തിൻ്റെ പുത്രൻ്റെ സ്വരൂപത്തിൽ അനുരൂപരാക്കി തേജസ്സിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ദൈവത്തിൻ്റെ ദൗത്യം. എന്നാൽ നമ്മുടെ ദൗത്യം എന്താണ്? പോകുന്ന കൂട്ടത്തിൽ എത്രയും പേരെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഇന്ന് നമ്മൾ ജനങ്ങളിലേക്ക് നോക്കുമ്പോൾ ദൈവവുമായി നിരപ്പില്ലാത്തതായ ഒരു ജനസമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തവരായ ആളുകൾ. യേശു കർത്താവ് നേടിത്തന്നതായ തൻ്റെ മരണത്തിലൂടെ നമുക്ക് സാധ്യമാക്കി തീർത്ത ആ സമാധാനത്തിൻ്റെ സുവിശേഷം ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. യേശു ചെയ്യാനുള്ള ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞു. നമ്മൾ 2 കൊരിന്ത്യർ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തുമൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ യേശു ചെയ്ത ഒരു ശുശ്രൂഷ ഉണ്ട്. എന്താണ്? ക്രിസ്തുമൂലം നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. ആ നിരപ്പിൻ്റെ ശുശ്രൂഷ, റിക്കൺസിലിയേഷൻ, മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ, അത് നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അത് ചെയ്തത് ആരാ? യേശുവാണ്. എന്നാൽ ഇപ്പോൾ ആ നിരപ്പിൻ്റെ ശുശ്രൂഷ നമുക്ക് നൽകിയിരിക്കുക. നമ്മൾ കാൽവരി ക്രൂശിൽ മരിച്ചുകൊണ്ടല്ല, അത് നമുക്ക് കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ കാൽവരി ക്രൂശിൽ മരിച്ചെന്ന് പറഞ്ഞാലും പ്രയോജനമില്ല. കാര്യം നമ്മൾ പാപികളായ ഒരു മനുഷ്യൻ അങ്ങനെ മരിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. ദൈവപുത്രനായ യേശു കർത്താവ് തൻ്റെ മരണത്തിലൂടെ നേടിയ നിരപ്പിൻ്റെ മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ. എന്നിട്ട് പറയാണ്, ഇനി എത്രയും പേരെ എൻ്റെ കയ്യിലേക്ക് കൊണ്ടുപോവാ. ചിലപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയാറുണ്ട്. യേശു ചെയ്തെന്താണ്? എൻ്റെ കൈ യേശു പിടിച്ചു. എന്നിട്ട് ആ കൈ ക്രൂശിലൂടെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് എന്നെ ആ ക്രൂശിൻ്റെ അനുഭവത്തിലൂടെ കൊണ്ടുപോയപ്പോൾ ഞാൻ നീതീകരിക്കപ്പെട്ടു. നീതീകരിക്കപ്പെട്ടവൻ പാപത്തിൻ്റെ അത് അവയാൽ ക്രിസ്തുയേശുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് എന്നെ ദൈവത്തോട് നിരപ്പിച്ച് റിക്കൺസൈൽ ചെയ്ത് പിതാവിൻ്റെ കയ്യിലേക്ക് എന്ത് ചെയ്തു? എൻ്റെ കൈ കൊടുത്തു. അപ്പോൾ എനിക്ക് പിതാവിനോട് പ്രവേശനമുണ്ട്. അപ്പോൾ എൻ്റെ കൈ യേശു പിടിച്ചു. എന്നിട്ട് ക്രൂശിലൂടെ എന്നെ ഒന്ന് കയറ്റി ഇറക്കി. എൻ്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ച യേശു എൻ്റെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്തത് കൊണ്ട് ഇപ്പോൾ എൻ്റെ പാപങ്ങൾ ഇല്ലാതെയായിത്തീരുന്ന, പാപം ക്ഷമിക്കപ്പെട്ട അവസ്ഥയിലൂടെ എന്നെ വിശുദ്ധീകരിച്ച് അഥവാ നീതീകരിച്ച് കർത്താവ് എന്ത് ചെയ്യുന്നു? പിതാവിൻ്റെ കയ്യിലേക്ക് എൻ്റെ കൈ കൊടുക്കുന്നു. അതാണ് യേശു ചെയ്ത നിരപ്പിൻ്റെ ശുശ്രൂഷ. ഇനി നമ്മൾ ചെയ്യുന്ന നിരപ്പിൻ്റെ ശുശ്രൂഷ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അടുത്തുള്ള ആളുകളുടെയൊക്കെ കൈ നമ്മൾ പിടിച്ചിട്ട് പിതാവിൻ്റെ കയ്യിലോട്ട് കൊണ്ടു കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യാൻ പറ്റും, അവൻ്റെ കൈ യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കാൻ പറ്റും. യേശുവിൻ്റെ കയ്യിലോട്ട് നമ്മുടെ ചുറ്റുമുള്ളവരുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ യേശു എന്ത് ചെയ്യും? നമ്മളെ ചെയ്തതുപോലെ തന്നെ
ക്രൂശിന്റെ അനുഭവത്തിലൂടെ കടത്തിവിട്ട് പാപങ്ങൾ മോചിച്ച് വീണ്ടും അവരുടെ കൈ പിതാവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കും. അപ്പോൾ അവർക്കും റിക്കൺസിലിയേഷൻ നടക്കും. അപ്പൊ ഈ റിക്കൺസിലിയേഷന്റെ ശുശ്രൂഷ ഇപ്പോൾ നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു കാര്യം. ഇപ്പോൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായിട്ട് അതാ നമ്മൾ കാണുന്നത്. അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 19 വായിച്ചു, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. നോക്കുക, ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി. ഹല്ലേലൂയ. വി ആർ അംബാസഡേഴ്സ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ് നമ്മൾ. ക്രിസ്തുവിന് പകരമാണ് നമ്മൾ പറയുന്നത്. എന്ത്? ഓൺ ബിഹാഫ് ഓഫ് ക്രൈസ്റ്റ് വി റിക്കൺസൈൽ ടു ഗോഡ്, വി ആർ പ്രീച്ചിങ്. ഞങ്ങൾ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നതായ കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾ ക്രിസ്തുവിനോട് നിരന്നുകൊള്ളുവിൻ. നമുക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ നിരപ്പിന്റെ ശുശ്രൂഷയുമായി ജനങ്ങളുടെ മധ്യത്തിലേക്ക് പോയില്ലെങ്കിൽ അവരെങ്ങനെ ഈ നിരപ്പിന്റെ കാര്യങ്ങൾ അറിയുന്നത് പോലുമില്ല. പാലം പണിതത് അറിഞ്ഞിട്ട് പോലുമില്ലാത്ത ജനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവരോട് പറ, യേശു കർത്താവ് നിങ്ങളുടെ പാപങ്ങളെ മോചിച്ച് നിങ്ങളെ ക്രിസ്തുവുമായി നിരപ്പിക്കുന്നു. ആ നിരപ്പിന്റെ ശുശ്രൂഷ കർത്താവ് നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മിഷൻ നമ്മളെ നിരപ്പിച്ച്, നമ്മളെ വീണ്ടെടുത്ത്, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നമ്മളെ വിടുവിച്ച്, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുവിച്ച്, പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വിടുവിച്ച്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപപ്പെടുന്നത് വരെയും യേശു നമ്മുടെ കൂടെ ഉണ്ട്. അത് യേശു അല്ലെങ്കിൽ വീണ്ടെടുപ്പിലൂടെ ദൈവം പ്രതീക്ഷിക്കുന്നതായ, നമ്മിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതായ കാര്യമാണ്, ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യം. എന്നാൽ അതോടൊപ്പം നമുക്കൊരു മിഷൻ തന്നിട്ടുണ്ട്. ഈ ബാക്കി കാര്യം ദൈവം നമ്മളിൽ ചെയ്യുകയാണ്. ഏത്? എന്നെ തേജസ്സിലേക്ക് നടത്തുന്നത്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ എന്നെ തേജസ്സിലേക്ക് നടത്തുന്നത് യേശു ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ പാപികളെ യേശുവിലേക്ക് നടത്തുന്നത് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അതെൻ്റെ മിഷനാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല, കാരണം നമുക്ക് ഇനി അതിൻ്റെ ഒരു അടുത്ത സെഷനുണ്ട്. വ്യക്തി എന്ന നിലയിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഇനി പെട്ടെന്ന് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഒരു സെഷൻ, അത് നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ന വിഷയമാണ്. നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി, അത് നമ്മൾ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാം. നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്നുള്ളതാണ്. അത് സൃഷ്ടിയിൽ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു, വീണ്ടെടുപ്പിൽ എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടു. സൃഷ്ടിയിൽ അവൻ പ്രതീക്ഷിച്ചത്, അതുകൊണ്ട് സൃഷ്ടിക്കുമ്പോൾ തന്നെ അവന് തേജസ്സിൻ്റെ വസ്ത്രം കൊടുത്ത് അവനെ ദൈവ സംസർഗത്തിൽ വളർത്തുകയായിരുന്നു. ആ തേജസ്സിൻ്റെ വസ്ത്രം അവന് നഷ്ടപ്പെട്ടു. എന്നാൽ യേശു കർത്താവ് ഇറങ്ങി വന്ന് ആ തേജസ്സിൻ്റെ വസ്ത്രം അവർക്ക് മടക്കി കൊടുത്തത് തന്നെയല്ല, ആത്യന്തികമായി ആ തേജസ്സിൻ്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാന്നുള്ളതാണ് ദൈവം ഉദ്ദേശിച്ചത്. അതായിരുന്നു ദൈവത്തിൻ്റെ മനസ്സിലെ സ്വപ്നം. അത് ഹോളിസ്റ്റിക്കായിട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ നമ്മൾ പഠിക്കാൻ ഉണ്ട്. നമ്മൾ ആ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. മനുഷ്യനെക്കുറിച്ച് അവൻ്റെ സൃഷ്ടിയിൽ, വീണ്ടെടുപ്പിൽ, ഏറ്റവും ഒടുവിൽ പ്രകൃതിയെക്കുറിച്ച് പോലും ദൈവത്തിന് ആഗ്രഹമുണ്ട്. സകലതും ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന, അങ്ങനെ ദൈവം, മനുഷ്യൻ, ദൈവ സൃഷ്ടി ഇതെല്ലാം കൂടെ ഒന്നായിത്തീരുന്ന ഒരു വിശാലമായ കാര്യമാണ് ദൈവം മനസ്സിൽ ചിന്തിച്ചിരുന്നതായ കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണെന്നുള്ളതൊക്കെ പഠിക്കാൻ നമുക്ക് സമയമില്ലാഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച്, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള വ്യക്തി എന്ന നിലയിലും എന്താണ് ദൈവം മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എന്തായിരുന്നു ദൈവത്തിൻ്റെ സ്വപ്നം, അതാണ് നമ്മൾ കണ്ടത്. അത് സൃഷ്ടിയിൽ മാത്രമല്ല, വീണ്ടെടുപ്പിൽ അത് തന്നെ അതിൻ്റെ ഒരു ഹയർ വേർഷൻ നമ്മൾ കാണുകയാണ്. ഏറ്റവും ആത്യന്തികമായി തേജസ്കരണത്തിലേക്ക് പോകുന്നതായ ഒരു സ്റ്റേജ്. എന്നാൽ വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല ദൈവം മനുഷ്യനെ കാണുന്നത്. ദൈവത്തിൻ്റെ മനസ്സിൽ വ്യക്തി എന്നതുപോലെ തന്നെ പ്രാധാന്യം
കുടുംബത്തിനുമുണ്ട്. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് ഒരു ദൈവസങ്കല്പം ഉണ്ട്, വ്യക്തികളെക്കുറിച്ചുണ്ട്. എല്ലാ വ്യക്തികളും ദൈവ സംസർഗത്തിൽ നിരന്തരമായിട്ട് ജീവിക്കണം. എന്നാൽ അതിനിടയിൽ ദൈവം വിഭാവന ചെയ്യുന്നത് വ്യക്തി മാത്രമല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള ഒരു ഈസ്റ്റേൺ മൈൻഡ് നമ്മുടെ മനസ്സിലുണ്ട്. ആത്മീയത ഈസ്റ്റേൺ മൈൻഡിൽ വ്യക്തികൾക്ക് മാത്രമാണ്. എന്നാൽ വേദപുസ്തകം വിഭാവന ചെയ്യുന്നത് വ്യക്തി മാത്രമല്ല, കുടുംബം. ആസ് എ ഫാമിലി, God is always looking to the families. നമ്മൾ വ്യക്തികൾ തീർച്ചയായും ദൈവവുമായിട്ടുള്ള ഒരു റിലേഷനിൽ അവരെ വളരണം. എന്നാൽ അതുപോലെ തന്നെയോ അതിലുപരിയായിട്ടോ കുടുംബമായിട്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിലെ ക്ലാസ് എടുത്തപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ട് ചർച്ചിലല്ല, ശുശ്രൂഷകർക്ക് വേണ്ടി ക്ലാസ് എടുത്തപ്പോൾ അപ്പോൾ ഞാൻ പറയായിരുന്നു, പണ്ടൊക്കെ രണ്ട് ശുശ്രൂഷകർ തമ്മിൽ കാണുമ്പോഴും ചോദിക്കുന്നത്, സഹോദര എത്ര കുടുംബങ്ങളുണ്ട് സഭയിൽ നിന്നാണ്. ഇന്നിപ്പം വന്ന് അങ്ങനെ എത്ര കുടുംബങ്ങളുണ്ടെന്നൊന്നും ചോദിക്കുന്നില്ല. എത്ര പേര് സഭയിൽ വരുന്നുണ്ട് അത് തന്നെ ചോദിക്കുന്നില്ല. പക്ഷെ ചോദിച്ചാൽ തന്നെ മാക്സിമം ചോദിക്കുന്നത് എത്ര പേര് സഭയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. കാര്യം കുടുംബം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിൽ നിന്ന് നമ്മളങ്ങ് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ്. ഇത് വലിയ അപകടകരമാണ്. എന്നാൽ ദൈവത്തിൻ്റെ മനസ്സിൽ കുടുംബം അത് വലിയ പങ്ക് ദൈവത്തിന്, അല്ലെങ്കിൽ ദൈവം എപ്പോഴും അത് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. കുടുംബം ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ കുടുംബം എന്ന്, അപ്പം ദൈവത്തിന് കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, കുടുംബം തന്നെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതായത് ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ വ്യക്തി എന്ന നിലയിൽ സൃഷ്ടിച്ച് വ്യക്തിയായിട്ട് മാത്രം അങ്ങനല്ല ദൈവം മനസ്സിൽ പ്ലാൻ ചെയ്തത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ പോലും നമ്മൾ കാണുന്നത് എന്താണ്? മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ, അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. എന്നിട്ട് 27-ാം വാക്യത്തിൽ ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പൊ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കണം, കുടുംബം തന്നെ എന്താണ്? ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വപ്നത്തിൽ ഒരു കുടുംബമുണ്ട്. ഒരു കുടുംബമൊന്നല്ല, കുടുംബങ്ങളാണ്. കുടുംബമായി സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ എന്നാണല്ലോ പൗലോസ് പറയുമ്പോഴത്തേക്ക്, സകല കുടുംബത്തിനും. കുടുംബം ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്. അത് ഇന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. വന്ന് കുടുംബത്തെക്കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ചിന്ത പോലും ഇല്ലാത്ത നിലയിൽ കുടുംബത്തെ നമ്മളങ്ങ് അവഗണിക്കുന്ന, അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് കുടുംബം എന്ന് പറയുന്നത്. നമ്മൾ 68-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. അവൻ്റെ മനസ്സിലുള്ളത് കുടുംബമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം കുടുംബം പണിയുന്നുവെന്നാണ് സങ്കീർത്തനം 127-ന്റെ 1 നമ്മൾ കാണുന്നത്. യഹോവ വീട് പണിയാതിരുന്നാൽ, വീടെന്ന് അവിടെ പറയുന്നത് കെട്ടിടമല്ല. കെട്ടിടം സിമെന്റ് വിഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കെട്ടിടം പണിയാൻ പറ്റും. പക്ഷെ കുടുംബം പണിയണമെങ്കിൽ അവിടെ വ്യക്തികൾ വേണം. ഭാര്യ വേണം, ഭർത്താവ് വേണം, മക്കൾ വേണം. കുടുംബം പണിയണമെങ്കിൽ അത് വ്യക്തികളുടെ മേലാണ്. അപ്പം ദൈവം വ്യക്തിയായി നമ്മളെ കാണുന്നു. അതാണ് നമ്മൾ പഠിച്ചത്. ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. പക്ഷേ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ വ്യക്തികളാണ്. തീർച്ചയായിട്ടും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കുടുംബങ്ങളായിട്ടെല്ലാം കൂടെ അങ്ങനെ മാറി ഇരുന്ന് അവരുടെ കുടുംബക്കാര്യം പറയുമെന്നല്ല ഞാനീ പറയുന്നത്. പക്ഷേ ഇവിടെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ കുടുംബത്തിലാക്കിയിരിക്കുകയാണ്. അവൻ ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. യഹോവ കുടുംബം പണിയാതെ ഇരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. സഭ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തത് കുടുംബത്തെയാണ്. കുടുംബം ഉണ്ടായിക്കഴിഞ്ഞിട്ട് സഭ ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ കുടുംബത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വായിച്ചല്ലോ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആദമിൽ ഹൗവയും ഉണ്ട്. എന്നിട്ട് 2-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. എന്നിട്ട് അവിടെ പറയുന്നത്,
അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് കണ്ട് ദൈവം പറയുന്നില്ല, ആദാമേ നീ ഇങ്ങനെ തന്നെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നതാണ്, നീ എവിടെങ്കിലും പോയി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നില്ല. അവിടെ പറയുന്നത് ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. ഒരു ദൈവിക പദ്ധതിയാണ്. അപ്പൊ കുടുംബം എന്ന് പറയുന്നത് ഒരു ദൈവിക പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളോട് കാണുന്നത്, ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഗാഢനിദ്ര വരുത്തി, അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ നാരി എന്ന് പേരാകും. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയുമ്പോൾ മനുഷ്യനിൽ നിന്ന് സ്ത്രീയെ എടുത്ത് മനുഷ്യന് കൊടുക്കുക, അത് ദൈവ പദ്ധതിയാണ്. ദൈവ പദ്ധതി. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം അതിന് ദൈവത്തിൻ്റെ പ്ലാനാണ് മനുഷ്യന് തക്കതായ ഒരു തുണ. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആരും ഒറ്റയ്ക്ക് ജീവിക്കരുത്, അല്ലെങ്കിൽ ജീവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ കുടുംബം അത് തക്കതായ ഒരു തുണ. അവിടെ തുണ എന്ന വാക്ക് ഹെൽപ്പർ എന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മളുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഹെൽപ്പർ എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ ഹെൽപ്പർ വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നൊക്കെ പറയുന്ന ഒരു വീട്ടുവേലക്കാരിയുടെ ഒരു കാര്യം പോലെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അവിടെ ഹെൽപ്പർ എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് സമാനമായ വാക്കാണ് പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിരിക്കുന്നത്. I will send you another counselor, a helper to be with you forever എന്ന് കർത്താവ് പറയുന്ന അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കും ഇതിന് സമാനതയുള്ളൊരു വാക്കാണ്. സ്ട്രെങ്തനർ എന്നാണ്. സ്ട്രെങ്തനർ, ശക്തീകരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഒരു പുരുഷന് ദൈവം തുണയെ കൊടുക്കുമ്പോൾ അത് തക്ക തുണയാകുന്നത് ആ പുരുഷനെ ശക്തീകരിച്ചുകൊണ്ടാണ്. ദൈവം ഒരു മിഷൻ ഫലമേൽപ്പിച്ചത് മനുഷ്യനെയാണ്. പക്ഷെ ആ മിഷൻ മനുഷ്യൻ തനിയെ ചെയ്യണമെന്നല്ല ദൈവം ആഗ്രഹിച്ചത്. അത് ആരും കൂടെ ചേർന്ന് കുടുംബമായിട്ട് ചെയ്യണം. അപ്പോൾ വ്യക്തികൾക്ക് ഒരു മിഷൻ, ഒരു ദൗത്യമുണ്ട്. പക്ഷേ ആ വ്യക്തികളുടെ ദൗത്യം അതുപോലെയോ അതിൽ പ്രധാനമായതോ ആണ് കുടുംബത്തിൻ്റെ ദൗത്യം. വ്യക്തികളായിട്ട് അവരവർക്ക് തോന്നുന്നത് പോലെയല്ല. ദൈവം ഏകാകികളെ കുടുംബത്തിൽ പാർക്കുമാറാക്കുന്നു. പിന്നെ കുടുംബത്തോടാണ് ദൈവം ഇടപെടുന്നത്. വേദപുസ്തകത്തിൽ ഉടനീളം നോക്കിയാൽ എപ്പോഴും ദൈവം കുടുംബത്തോടാ കാര്യങ്ങൾ ചോദിക്കുന്നത്, കുടുംബത്തോട്. അപ്പൊ ആദമിന് അവൻ തനിയെ ഇരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയാണ്, നിന്നെ ശക്തീകരിക്കാനായിട്ട് ഞാൻ ഒരു സ്ത്രീയെ നിനക്ക് തരാൻ പോകുകയാണ്, തക്കതായ ഒരു തുണ ഉണ്ടാക്കണം. അപ്പോൾ ദൈവത്തിന് വ്യക്തികളെക്കുറിച്ചുള്ള ഉദ്ദേശം നിർവഹിക്കണമെങ്കിൽ പോലും എന്തു വേണം? ഒരു സ്ത്രീയുടെ വേണം. ഒരു പുരുഷന് മാത്രമല്ലാതെ ഒരു സ്ത്രീ ആവശ്യമാണ്. ഗോഡ് ഈസ് ദ ഫാമിലി മേക്കർ. കുടുംബത്തിന്റെ ഉപജ്ഞാതാവ് ദൈവമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പലർക്കും എന്നാന്നറിയാമോ, കുടുംബം വേണ്ടെന്നാ ഒരു ചിന്ത. എന്തിനാ വല്ലാത്ത പൊല്ലാപ്പിനൊക്കെ പോകുന്നതെന്ന്. അല്ല, പൊതുവെ ഒരു പിള്ളേരുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെ വന്നിരിക്കുകയാണ്. എന്തിനാ ഈ വല്ലാത്ത പൊല്ലാപ്പിനൊക്കെ പോകുന്നതെന്നുള്ള ഒരു ചിന്ത. അതിനകത്തൊരു നല്ല പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, അപ്പനും അമ്മയും ഇത് പൊല്ലാപ്പായിട്ട് പിള്ളേരുടെ മുമ്പിൽ വരച്ച് കാണിച്ചാൽ പിന്നെ അവരങ്ങനെയൊക്കെ ആയിരിക്കും കാണിക്കുന്നത്, ഇല്ലേ? എന്തിനാ ഈ വല്ലാത്ത പൊല്ലാപ്പിനൊക്കെ പോകുന്നത്? അതല്ല. ചിലപ്പം ദൈവരാജ്യ നിമിത്തം ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരോട് വിവാഹം വേണ്ടെന്ന് വെച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അവരെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല ആ നിലയിൽ. പക്ഷെ അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് നമ്മൾ കണക്കാക്കണം. അടുത്ത സമയത്ത് ഒരാൾ പറയുന്നത് കേട്ടു, ഈ അമേരിക്കയിൽ ഡിവോഴ്സ് ഒത്തിരി കുറയുകയാണ്, ഇപ്പോൾ ഒത്തിരി ഡിവോഴ്സ് ഒന്നും ഇല്ലെന്ന്. അപ്പം ഞാൻ ചിന്തിച്ചു, ചേട്ടാ നമ്മൾ കേട്ടിട്ടുള്ളതെല്ലാം എന്തുവാ, അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനം ഉള്ളതെന്നാ. അതെന്താ അമേരിക്കയിൽ വിവാഹമോചനം ഇത്ര കുറയാൻ കാര്യമെന്ന് ചോദിച്ചപ്പോഴേ പറഞ്ഞു, അതെ, കല്യാണം ഒന്നും നടക്കുന്നില്ല, അതുകൊണ്ട് വിവാഹമോചനം ഇല്ലാന്ന്. വിവാഹം നടക്കാത്തത് കൊണ്ട് വിവാഹമോചനം ഇല്ല എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ്. ഐ എം സോറി,
അങ്ങനെ വേദന അനുഭവിക്കുന്ന അനേക മാതാപിതാക്കളെ എനിക്കറിയാം. ഞാൻ അവരെ കുറ്റമൊന്നും പറയുകയല്ല. ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ കുഞ്ഞുങ്ങൾ ആ ഒരു കൺസെപ്റ്റ്, ഞാനും മാത്യു കൂടെ ഇന്നലെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറയായിരുന്നു, വലിയ പ്രശ്നമാണ്. ഇപ്പോഴത്തെ ഈ സമൂഹം ഒത്തിരി സെക്യുലറായിട്ട് ചിന്തിക്കാനും റിലേഷൻസ് ഒന്നും ഇല്ലല്ലോ, അന്യോന്യമുള്ള റിലേഷനൊന്നും ഇല്ലാതെ നമ്മൾ കുടുംബത്തിൽ അല്പം നന്നായിട്ടൊക്കെ വളർത്താൻ നോക്കിയാൽ പോലും നമ്മുടെ കൂടെ എത്ര സമയമുണ്ട് ഈ പിള്ളേർ? ബാക്കിയുള്ള സമയം മുഴുവൻ അവരുടെ കൂട്ടുകാരുടെ കൂടെ അല്ലേ? അവർ കൊടുക്കുന്നതായ കാഴ്ചപ്പാടുകൾ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഞാനിന്ന് രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പാപമെന്ന് പറയാൻ പോലും ഇന്ന് ആളുകളില്ല. ക്രൈം അല്ലെങ്കിൽ പാപമല്ലെന്ന് പറയുന്ന, നിയമപരമായി ശിക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ മാത്രം തെറ്റെന്ന് ചിന്തിക്കുന്നവരായ ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഇതിനിടയിൽ ദൈവം എന്നെക്കുറിച്ച് എന്ത് ഉദ്ദേശിക്കുന്നു, ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്നൊക്കെ പറയുന്ന ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലല്ലല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് വളരെ പ്രാർത്ഥന ആവശ്യമാണ്. അനേക മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് എപ്പോഴും എന്നോട് നാച്ചുറലി സംസാരിച്ചുകൊണ്ടിരിക്കും. അത് വളരെ വേദനയോടുകൂടെ സംസാരിക്കുന്നതാണ്. ഇത്ര വയസ്സായി, ഇതുവരെ കല്യാണമൊന്നും ആയില്ല, കല്യാണം കഴിക്കണ്ടെന്നാണ് അവൾ പറയുന്നത്, ഇതാ കല്യാണം വേണ്ടെന്നാണ് അവൾ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാൻ എളുപ്പമാണ്, അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വേറെ കാര്യമുണ്ട്, മാതാപിതാക്കളുടെ വേദന നമ്മളൊന്ന് മനസ്സിലാക്കണം. അങ്ങനെ വേദന അനുഭവിക്കുന്ന അനേക മാതാപിതാക്കൾ, എനിക്ക് അവരോട് ഭയങ്കരമായിട്ടുള്ള ഒരിക്കലും ഞാൻ അവരെ കുറ്റം പറയല്ല. അവരുടെ വേദന, അതെല്ലാം മോശക്കാരാണെന്നൊന്നും, അവരാരും മോശക്കാരായതുകൊണ്ട് മാത്രമൊന്നുമല്ല. വളരെ ആത്മാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ തന്നെ പലപ്പോഴും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. എത്രയും നല്ല ആളുകളുടെ മക്കൾ ചിലപ്പോൾ തെറ്റിപ്പോകുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. എത്രയും നല്ല ആളുകളുടെ മക്കൾ തെറ്റിപ്പോകുന്നത്. വളരെ പ്രഗത്ഭമായ നിലയിൽ ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനെ എനിക്കറിയാം. അദ്ദേഹം ഭയങ്കര സിൻസിയറായിട്ട് കർത്താവിനെ സേവിക്കുന്ന ഒരാളാണ്. യാതൊരു ധനമോഹമോ ഒന്നുമില്ലാതെ വെരി സിൻസിയർ. പക്ഷെ മോൻ ദൈവം ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായി, എല്ലാത്തിനും നമ്മളിപ്പം മാതാപിതാക്കളെ കുറ്റം പറയുന്നത് ശരിയല്ല. നല്ല ചെറുക്കനാ, ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അവനെനിക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു, എല്ലാം ഉണ്ട്. പക്ഷേ അവനെന്താ പറയുന്നത്? ദൈവമില്ല. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയതാ അവൻ പറഞ്ഞതെന്നറിയാമോ? ഞങ്ങളുടെ അമ്മ ഒരു പാവമാണ്. ഞാൻ പലപ്പോഴും അവരെ ഓർത്ത് വളരെ ദുഃഖിക്കുന്നുണ്ട്. എന്താ കാര്യം? ഇല്ലാത്ത ഒരു ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഇവരവരുടെ ജീവിതം കളയുകയാണല്ലോ. ഞാൻ പറഞ്ഞത് എൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള ഈ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചേ പറ്റുകയുള്ളൂ. ആരെ കുറ്റം പറയാനാ? നമ്മളെല്ലാം ഏലിയുടെ മക്കളെ കുറ്റം പറയും. ഏലിയുടെ മക്കൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ ശമൂവേലിൻ്റെ മക്കളോ? ശമൂവേലിൻ്റെ അടുത്ത് അവർ രാജാവിനെ വേണമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ മക്കൾ നിന്റെ വഴിയിൽ നടക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരണമെന്നാണ്. അപ്പോൾ ഏലിയുടെ മക്കൾ മാത്രമല്ല തെറ്റിപ്പോകുന്നത്, ആരുടെ മക്കളും തെറ്റിപ്പോകുന്നുണ്ട്. ശമൂവേലിൻ്റെ മക്കളും ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും തെറ്റിപ്പോകുന്നല്ല. ഈ തലമുറയിൽ എന്നാൽ എത്ര ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന എത്രയോ യുവാക്കളുണ്ട്. ദൈവം മാത്രം മതി എന്ന് പറഞ്ഞ് നടക്കുന്ന, അത്രയ്ക്കും ദൈവത്തെ സ്നേഹിക്കുന്ന യുവാക്കൾ എത്രയോ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ഒരു വ്യക്തി തെറ്റിപ്പോകുമ്പോഴത്തേക്ക് അവരുടെ കുടുംബത്തെ മുഴുവൻ കുറ്റം പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇടയ്ക്ക് കയറി പറഞ്ഞതാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, കുടുംബം വേണ്ട എന്ന് ചിന്തിക്കുന്നത്, കുടുംബം ഒരു പൊല്ലാപ്പാണെന്ന് ചിന്തിക്കുന്നത് ഒരു ദൈവിക ചിന്തയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ദൈവരാജ്യ നിമിത്തം വിവാഹം വേണ്ടെന്ന് വെച്ചവരുണ്ടാകാം. പക്ഷേ വിവാഹം എന്ന് പറയുന്ന ഒരു പൊല്ലാപ്പായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹം, അതൊരിക്കലും ഒരു ആത്മീകമായി ഒരു പക്വതയുടെ ഒരു അടയാളമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. നമ്മൾ ആദ്യ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ആദ്യ കുടുംബത്തിൻ്റെ പ്രത്യേകത നമ്മൾ എന്താ കാണുന്നത്? നമ്മൾ ആദമും ഹവ്വയും അവർ വൈകുന്നേരങ്ങളിൽ നോക്കിയിരിക്കുകയാണ്. എന്തിനാ? ദൈവം ഇറങ്ങി വരും. ദൈവത്തോടൊന്നിച്ചുള്ള സഹവാസം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അവരൊരുമിച്ച് വന്നാൽ ചിലപ്പോൾ അവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്നൊരു പാട്ടൊക്കെ പാടും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. പിന്നെ അവർ പ്രാർത്ഥിക്കും, ദൈവത്തോട് സംസാരിക്കും, ദൈവം അവരോട് സംസാരിക്കും. പിന്നെ ചിലപ്പം എൻ്റെ ചിന്ത, വൈകുന്നേരം വല്ലതും ഒരുമിച്ചിരുന്ന് ഭക്ഷണവും കഴിച്ചിട്ട് കുഞ്ഞുങ്ങളെ ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ദൈവം പോകുന്നത്. ഇപ്പോൾ അബ്രഹാമിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ആദാമിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് ദൈവത്തിന് അത്ര വലിയ
ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഒരു കുടുംബമായിരുന്നു. ആദ്യത്തെ ആദമിൻ്റെയും ഹവ്വയുടെയും കുടുംബം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കുടുംബമായിരുന്നു. നമ്മൾ പറയുന്ന ആദമിൻ്റെ ഹവ്വയുടെയും കുടുംബത്തിലേക്ക് യേശു വരുന്നു അല്ലെങ്കിൽ ദൈവം വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇതുപോലെ ദൈവത്തിൻ്റെ കുടുംബങ്ങളാകണം. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ. ഗാഡ് ഈസ് അവർ ഫാദർ. ദൈവം നമ്മുടെ പിതാവ്. കുടുംബത്തിൻ്റെ ചിലപ്പോൾ ആളുകൾ പറയാറുണ്ടല്ലോ, ഹി ഈസ് ദി അൺസീൻ ഗസ്റ്റ് അറ്റ് എവറി മീൽ എന്നൊക്കെ പറഞ്ഞ് ഇല്ലേ, ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ ഹൗസ് എന്ന് പറഞ്ഞില്ല. പിന്നെ പറയുന്നത് ഹി ഈസ് ദി അൺസീൻ ഗസ്റ്റ് അറ്റ് എവറി മീൽ എന്നൊക്കെ പറയാറുണ്ട്. പറഞ്ഞത് തെറ്റൊന്നും ഞാൻ എഴുതി വെച്ചൊന്നും വായിക്കാനൊന്നും പറഞ്ഞതല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഹീസ് നോട്ട് എ ഗസ്റ്റ്. അവൻ എല്ലാ ഭക്ഷണങ്ങളിലും നമ്മുടെ കൂടെ വരുന്ന ഒരു അതിഥിയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഹീ ഈസ് നോട്ട് എ ഗസ്റ്റ്, ഇറ്റ് ഈസ് ഹിസ് ഹൗസ്. എൻ്റെ വീട് ദൈവത്തിൻ്റെ വീടാ, ഞാൻ അവിടെ താമസിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ആദമിൻ്റെയും ഹവ്വയുടെയും പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ അവർ താമസിക്കുന്നു. വൈകുന്നേരം ദൈവം ഇറങ്ങി വന്ന് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നു. ആസ് എ ഫാമിലി. ഗോഡ് ഈസ് ദ ഫാമിലി മേക്കർ. ആൻഡ് അത് ദൈവം വിസിറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ വെറും വിസിറ്റ് അല്ല, അതിലുപരിയായിട്ട് ആ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ട സങ്കല്പം അതാണ്. ദിസ് ഈസ് നോട്ട് മൈ ഹോം, ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ഹോം. ഇത് ക്രിസ്തുവിൻ്റെ ഭവനമാണ്. നമ്മളാ ശരിക്കും അതിഥികൾ. അതിഥികൾ എന്ന് കണക്ക് കൂട്ടണ്ട. വി ആർ പാർട്ട് ഓഫ് ദ ഫാമിലി ഓഫ് ജീസസ്. യേശുവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോകണം. ആദമും ഹവ്വയും ദൈവവും. ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന മക്കൾ. വൈകുന്നേരം ദൈവം ഇറങ്ങി വരുമ്പോൾ ആദമും ഹവ്വയും ഓടിച്ചെല്ലുക. ആദമും ഹവ്വയും ദൈവവും. അവർക്ക് അന്ന് മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ മക്കൾ ഓടിച്ചെന്നേനെ. ഒരു വിശുദ്ധ കുടുംബമാണത്. ഗോഡ് ഈസ് ദ ഫാദർ. ആദമും ഹവ്വയും മക്കൾ. അവർക്ക് മക്കളുണ്ടെങ്കിൽ അവരും മക്കൾ. അങ്ങനെയുള്ള ഒരു കുടുംബം. ഇന്നും ദൈവം കുടുംബത്തെക്കുറിച്ച് വിഭാവന ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമല്ല. സൃഷ്ടിയിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നും ദൈവത്തിൻ്റെ മനസ്സിലെ ചിന്ത അതാ. എവ്രി കൂൾ ഓഫ് ദ ഡേ ഗാഡ് ഈസ് കമ്മിങ് ഡൗൺ ആൻഡ് കോളിങ് അസ്. നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ വേറെ വല്ലയിടത്തും ആയിരിക്കും. അതാ പ്രശ്നം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യയാകുമ്പം പിള്ളേരെല്ലാം വീട്ടിൽ കയറി വരും. അപ്പനും അമ്മയും വീട്ടിൽ വരും. വീടായിരുന്നു. നമ്മൾ സാധനം പറയുമല്ലോ, കൂടുമ്പോൾ ഇമ്പം. അതാണ് കുടുംബം എന്ന് പറയാറുണ്ടല്ലോ. ഒരു കൂടുന്ന പരിപാടിയായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കൂടും. പകല് പണിയെടുക്കാനൊക്കെ പോകുമായിരിക്കും, പക്ഷെ സന്ധ്യയാകുമ്പോൾ ഒരുമിച്ച് കൂടും. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കൂടിയിരിക്കും. ഇതിപ്പം അപ്പൻ ഒരു വഴി, അമ്മ പല വഴി, മക്കൾ പെരുവഴി എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. വൈകുന്നേരങ്ങളിൽ ആദമിൻ്റെയും ഹവ്വയുടെയും അടുത്ത് ദൈവം വന്ന് അവർ ഒരുമിച്ചിരുന്ന് സമയം സ്പെൻഡ് ചെയ്തെങ്കിൽ അതാണ് ശരിക്കും പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥന. അപ്പൻ, അമ്മ, മക്കൾ, യേശു, ഇവർ ഒരുമിച്ചിരുന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് വന്ന് നമ്മുടെ ഭവനങ്ങളിലൊക്കെ കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാതെയാകുന്ന ഒരവസ്ഥ എന്തൊരു കഷ്ടമാണ്. നമ്മുടെ കുടുംബങ്ങളിലെയൊക്കെ തകർച്ചയുടെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് കുടുംബ പ്രാർത്ഥന ഇല്ലാത്തതാണെന്ന്. കൗൺസിലിങ്ങിന് വേണ്ടി എൻ്റെ അടുത്ത് വരുന്ന പല ഫാമിലീസ് അവർ വരുന്നതേ എന്നോട് പറയുന്നത്, അങ്കിളെ അല്ലെങ്കിൽ സാറേ ഞങ്ങളെ യോജിപ്പിക്കാൻ നോക്കണ്ട, ഒന്ന് പിരിച്ചു തരാൻ പറ്റുമോ നോക്കാനാ. പിരിയാനാ വരുന്നത് തന്നെ. അപ്പോൾ ഞാൻ പറയും, പിരിക്കുക എന്നുള്ളത് എൻ്റെ ജോലിയല്ല. നിങ്ങൾ പോയി ഒരു അഡ്വക്കേറ്റിനെ കണ്ട് അയാൾ എന്തെങ്കിലും പറയുന്നത് കേൾക്ക്. എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ പിരിക്കാൻ നോക്കത്തില്ല. കാര്യം ദൈവം പഠിപ്പിച്ചിരിക്കുന്നത്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. എൻ്റെ അടുത്ത് പിരിയാൻ വേണ്ടി വരണ്ട. എന്തോരം ആളുകൾ, ഞാൻ പലപ്പോഴും അവരോട് ചോദിക്കാറുണ്ട്, ഡു യു ഹാവ് എ ഫാമിലി പ്രെയർ? ഈ പ്രതിസന്ധികളുമായി വരുന്ന പല വീടുകളിലെയും ഒരു വലിയ പ്രത്യേകത, അവർ കുടുംബ പ്രാർത്ഥനകളില്ലാത്ത, അങ്ങനെ ഒരു അവസ്ഥ, അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ലാത്തവരായ ആളുകൾ. പ്രിയമുള്ളവരെ, ദാറ്റ് ഈസ് എ വെരി ബാഡ് തിങ്. നമ്മുടെ കുടുംബങ്ങളിൽ കൂടുമ്പോൾ ഇമ്പമാകണമെങ്കിൽ ആ കൂട്ടത്തിൽ യേശുവും കൂടെ കൂടണം. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും യേശുവും ഒരുമിച്ച് കൂടി ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഫാമിലി പ്രെയർ എന്ന് പറയുന്നത്. നമ്മുടെ പഴയ നസ്രാണി പാരമ്പര്യം അനുസരിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറിയ പ്രായത്തിൽ ശനിയാഴ്ച
സ്കൂളിലെ പാഠപുസ്തകം തുറക്കാൻ സമ്മതിക്കത്തില്ല. പഴയ ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും. പറയുന്നത് ശനിയാഴ്ച ഉച്ച മുതൽ ഞായറാഴ്ച ഉച്ച വരെ നീ പുസ്തകം തുറന്നാൽ അത് വേദോത്സവം തുറക്കാവുന്നതാണ്. അവരൊന്നും വലിയ പ്രസംഗകരും പ്രവാചകരും ഒന്നും ആയിട്ടൊന്നുമല്ല. ഒരു നസ്രാണി കുടുംബത്തിലെ സാധാരണ പതിവ് എന്താണ്? ശനിയാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള സമയം ദൈവത്തിൻ്റെതാണ്. അന്ന് ദൈവവചനമേ വായിക്കാവൂ എന്നുള്ളതാണ്. ദൈവവചനം വായിക്കും. സ്കൂളിലെ പുസ്തകം തുറക്കാൻ സമ്മതിക്കത്തില്ല. ഇന്നത്തെ അവസ്ഥ എന്താ? വേദോത്സവം വായിക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വേദോത്സവം വായിക്കുന്നുണ്ടോ? ഞാൻ പലപ്പോഴും ആളുകളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ തനിയെ പോയിരുന്ന് വേദോത്സവം വായിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ നമുക്കുണ്ട്? ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എത്ര പേരുണ്ട്? അതായത് നമ്മൾ നിർബന്ധിക്കുമ്പം പോയിരുന്ന് വേദോത്സവം വായിക്കണം എന്നൊക്കെ പറയുമ്പോഴല്ലാതെ തനിയെ, അങ്ങനെ പറഞ്ഞാൽ പോലും ഇന്ന് പിള്ളേർ പോകത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ ആ ഒരു ആവേശം, ഒരാഗ്രഹം, ദൈവവുമായിട്ടുള്ളൊരു സംസർഗം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിൽ വളരെ പ്രാർത്ഥിക്കണം. ഞാൻ ഇന്ന് ഈ ക്ലാസ്സിനകത്ത് പറയുന്ന പല കാര്യങ്ങളും എന്നെ മാനസികമായി വളരെയേറെ ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്നതായ നമ്മുടെ സഭകളുടെ തന്നെ അവസ്ഥ വെച്ചാണ് ഞാനീ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ദൈവ സംസർഗത്തിൽ ജീവിക്കുന്നതിനുള്ള ഒരു വലിയ ഒരു അഭിവാഞ്ച, ഒരാഗ്രഹമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. അതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. ദൈവത്തിൻ്റെ കുടുംബം എന്ന നിലയിൽ ദൈവം ചിലത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് കുടുംബം എന്ന നിലയിൽ, വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല. വ്യക്തിഗത ആത്മീയത അനിവാര്യമാണ്, പക്ഷേ വ്യക്തിഗത ആത്മീയതയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒരു ഫാമിലി, അതിനകത്ത് ഇപ്പോൾ ഒരുത്തം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നോർമലി കുടുംബം എന്നുള്ള വലിയ ഒരു കൺസെപ്റ്റ് ദൈവത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലരുടെ ചിന്ത എന്നാണെന്നറിയാമോ? കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ ദൈവിക കാര്യങ്ങൾ നടക്കത്തില്ലെന്നാ. അങ്ങനെ പറയുന്നവരുമുണ്ട്. നമുക്കിപ്പം ഞാൻ ഈ ദൈവത്തിൻ്റെ കൂടെ നടന്ന രണ്ടുപേരുടെ കാര്യം പഴയ നിയമത്തിൽ പറയുന്നുള്ളൂ. ഒന്ന് ഹാനോക്ക്, ഒന്ന് നോഹ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, നോഹ ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് നമുക്കിപ്പോൾ അങ്ങനെ നടക്കാൻ പറ്റുമോ? നമുക്ക് ഭാര്യയും പിള്ളേരും ഒക്കെ ഇല്ലേ? അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഹാനോക്കിനും ആരൊക്കെ ഉണ്ടായിരുന്നു? ഭാര്യയും ഉണ്ടായിരുന്നു, മക്കളും ഉണ്ടായിരുന്നു. നോഹയ്ക്കും ഉണ്ടായിരുന്നു, ഭാര്യയും ഉണ്ടായിരുന്നു, മക്കളും ഉണ്ടായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും ദൈവത്തോട് കൂടെ നടന്നു. അപ്പൊ ദൈവത്തോട് കൂടെ നടക്കുന്നതിന് ഭാര്യയും മക്കളും ഒരു തടസ്സമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏകാകികളല്ല ദൈവത്തിൻ്റെ കൂടെ നടന്നെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കുടുംബസ്ഥരായ ഹാനോക്കും നോഹയും എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ കൂടെ നടന്നു. ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം അവർ ചെയ്തു. ഹാനോക്കിൻ്റെ കുടുംബത്തിലാണ്, ഹാനോക്കിന് ജനിച്ച മെതുശലേഹാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരുന്നത്. അപ്പോൾ നല്ല ആരോഗ്യമായിട്ട് പിള്ളേരെ വളർത്തി. അല്ലാതെ ദൈവത്തിൻ്റെ കൂടെ നടന്നതുകൊണ്ട് പിള്ളേരെ പട്ടിണി കിട്ടുമൊന്നുമില്ല. പട്ടിണി കിട്ടായിരുന്നെങ്കിൽ അത്രയും വർഷം ജീവിച്ചിരിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഹാനോക്ക് കുടുംബം നോക്കാതിരുന്നില്ല. പക്ഷേ കുടുംബമുണ്ടായിരുന്ന ഹാനോക്ക് ആരുടെ കൂടെ നടന്നു? ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ ഇന്നും നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് കുടുംബമുണ്ട് എന്നുള്ളത് ദൈവത്തോട് കൂടെ നടക്കുന്നതിനൊരു തടസ്സമല്ല. വി നീഡ് ടു വാക്ക് വിത്ത് ഗാഡ്. ഹാനോക്കിന്റെ മക്കൾ ഹാനോക്കിന്റെ കൂടെ ഉണ്ടായിരുന്നു. നോഹയുടെ മക്കൾ നോഹയോട് കൂടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ നോഹയുടെ മക്കളുടെ കാലഘട്ടം എന്ന് പറയുന്നത്, ഹാനോക്കിന്റെ പിന്നെയും പോട്ടെ, നോഹയുടെ കാലമൊക്കെ ആയപ്പോഴത്തേക്ക് വളരെ പരിഹാസികളും ദുഷ്ടത നിറഞ്ഞവരും, അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത് അല്ലേ? ദുഷ്ടത നിറഞ്ഞവരും യാതൊരു രീതിയിലും ദൈവബോധമില്ലാത്തതുമായ, ആകെ ലോകം മുഴുവൻ നോക്കിയാൽ നോഹയുടെ കുടുംബം ഒഴിയ മറ്റൊരൊറ്റ ഒരുത്തൻ ദൈവികരായി ജീവിക്കാതിരിക്കുന്ന, എല്ലാവരും ദൈവവിരുദ്ധമായി ജീവിക്കുന്ന ഒരു തലമുറയിൽ ജീവിച്ചവരാണ് നോഹയുടെ മക്കൾ. അല്ലാതെ വിശുദ്ധന്മാരുടെ കൂടാരത്തിൽ പാർത്തുകൊണ്ടൊന്നും അല്ല നോഹയുടെ മക്കൾ വളർന്നത്. നോഹയുടെ മക്കൾ അനുഭവിച്ച സ്ട്രെസ് ഞാൻ പലപ്പോഴും, അവർ ഇപ്പോൾ സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളൊക്കെ ഉണ്ടെന്ന് വെച്ചു, കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ പിള്ളേരൊക്കെ ഒരുമിച്ച് കൂടി ഇരുന്ന് ചോദിക്കുമല്ലോ, വാട്ട് ഈസ് യുവർ ഫാദർ, നിൻ്റെ അപ്പൻ എന്നാ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറയും. മൈ ഫാദർ ഈസ് എ ടീച്ചർ, എൻ്റെ അപ്പൻ ഒരു ടീച്ചറാണ്, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ ഒരു എൻജിനീയറാണ്,
എൻ്റെ അപ്പൻ ഒരു മീൻ കച്ചവടമാണ്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അവർ നോഹയുടെ പിള്ളേരോട് ചോദിക്കും, എടാ നിൻ്റെ അപ്പന് എന്തോ പണി? അവൻ പറയും, ഞങ്ങളുടെ അപ്പനെ ഒരു വലിയ കപ്പലുണ്ടാക്കുക. കപ്പൽ? അങ്ങനെ തന്നെ മെഡിറ്ററേനിയൻ സീക്ക് അടുത്ത് വല്ലതുമാണോ താമസിക്കുന്നത് കപ്പലുണ്ടാക്കാൻ? എന്ന് പറഞ്ഞാൽ അല്ല. പിന്നെ എവിടെ ഈ കപ്പൽ ഉണ്ടാക്കുന്നത്? കടലിലല്ലേ? എന്ന് പറഞ്ഞാൽ അല്ല. പിന്നെ ഒരു വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിലാണ്. ഇവിടെ പർവ്വതത്തിൻ്റെ മുകളിൽ കപ്പലുണ്ടാക്കുന്നു? ഇവിടെ കപ്പലുണ്ടാക്കുന്നത് കടലുള്ളിടത്തല്ലേ? ഉടനെ പിള്ളേർ പറയും, അതേ ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു കപ്പൽ പണിത് കഴിയുമ്പോൾ കടൽ ഇങ്ങോട്ട് വന്നോളുമെന്ന്. കപ്പൽ പണിത് കഴിയുമ്പോൾ കടൽ ഇങ്ങോട്ട് വന്നോളുമെന്ന്. നിങ്ങളുടെ അപ്പച്ചനോട് ആരാണ് ഇതൊക്കെ പറഞ്ഞ്? അത് ഞങ്ങളുടെ അപ്പച്ചനോട് ദൈവം പറഞ്ഞതാണ്. അപ്പൊ ഇവർക്ക് ഭയങ്കര അത്ഭുതം. എങ്ങനെയാണ് കടൽ മുകളിലോട്ട് കയറി വരുന്നത്? അങ്ങനെ വരുമോ? അപ്പൊ ഇവർ പറഞ്ഞു, ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു കുറച്ചുനാൾ കഴിയുമ്പം വെള്ളം മുകളിൽ നിന്ന് താഴോട്ട് വീഴുമെന്ന്. അന്ന് വരെ മഴ പെയ്തിട്ടില്ലെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം വെള്ളം മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നൊന്നും ഇവരിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ നോഹയോട് ദൈവം പറഞ്ഞു മഴ പെയ്യുമെന്ന്. അപ്പം പിള്ളേർ പറയുക, ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു വെള്ളം മുകളിൽ നിന്ന് താഴോട്ട് വീഴുമെന്ന്, അങ്ങനെ കടൽ മുകളിലോട്ട് കയറി വരുമെന്ന്. എന്ന് ചോദിച്ചാൽ ആരാണ് നിന്റെ അപ്പനോട് ഇതൊക്കെ പറഞ്ഞത്? അത് ദൈവം പറഞ്ഞു. അപ്പോൾ കൂട്ടുകാർ ഇവരെ കണക്കാക്കിയിരുന്നത് എങ്ങനെയാണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. നല്ല പിള്ളേരെ എന്തോ പറയാനാ, പക്ഷേ അപ്പൻ ഭ്രാന്തരായിപ്പോയി. അപ്പോൾ ഒരു ഭ്രാന്തൻ്റെ മക്കൾ എന്ന നിലയിലാണ് നോഹയുടെ മക്കളെ അവരുടെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ ഒരുപക്ഷെ കണക്കാക്കിയത് ആ നിലയിലായിരിക്കണം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നോഹയുടെ മക്കൾക്ക് ഒരു കാര്യം അറിയാമായിരുന്നു, ഞങ്ങളുടെ അപ്പച്ചനോട് ദൈവം സംസാരിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഇത്രയും വലിയ ഭാഗ്യം വേറെ ഒന്നുമില്ല. എന്നോട് ദൈവം സംസാരിക്കുമെന്ന് എൻ്റെ മക്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവവുമായുള്ള നോഹയുടെ സംസർഗത്തെക്കുറിച്ച് അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാമായിരുന്നു. അവരത് വിശ്വസിച്ചു. അപ്പന് ഭ്രാന്താണെന്നൊന്നും അവർ ചിന്തിച്ചില്ല. അവർ നോഹയുടെ കൂടെ നിന്നു. അവർ നോഹ എന്ത് പറഞ്ഞാലും അത് അനുസരിച്ചു. മോനെ പെട്ടകം പണിയണം, നീ വാ എന്ന് പറഞ്ഞ് പിള്ളേരെ വിളിച്ചുകൊണ്ട് പോയി. ചിലപ്പോൾ പറയും, നീ പോയി ഒരു തടി എടുത്തോണ്ട് വാ, നീളമുള്ള തടി വേണം. എത്ര വേണം അപ്പ? 40 മുഴം അല്ലെങ്കിൽ 40 അടി എന്ന് വെച്ചു. 40 അടിയുള്ള ഒരു മരം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞ് നോക്കിയപ്പം 39.75 ഉള്ളെന്ന് വെച്ചു. നോഹ പറയും, ഇല്ല ഇത് പറ്റത്തില്ല, 40. അപ്പം അത് കുഴപ്പമില്ല, ഒരു 4 അടിയുടെ കുഴപ്പമില്ല ഉള്ളോ, കുറച്ച് ഇഞ്ചിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളോ, അതങ്ങനെ അങ്ങ് ഇടുന്നോണ്ടെന്ന് ഈ പിള്ളേർ പറഞ്ഞില്ല. കാര്യം എന്നറിയാമോ? നോഹ പറഞ്ഞു 40 അടി. എന്തുകൊണ്ട്? ദൈവം പറഞ്ഞു 40 അടി. ദൈവം പറഞ്ഞു. നോഹയോട് എന്തോ പറഞ്ഞാലും ഉടനെ നോഹ പറയുന്നത് ദൈവം പറഞ്ഞു 40 അടി. ദൈവം പറഞ്ഞു കയറാൻ, മക്കളെ പാടാ കയറും. ദൈവം പറഞ്ഞു. ഇപ്പം മൃഗങ്ങളൊക്കെ വരും, നിങ്ങളെല്ലാത്തിനും കയറ്റി. ദൈവം പറഞ്ഞു. എന്തോ പറഞ്ഞാലും പറയുന്നില്ല, ദൈവം പറഞ്ഞു, ദൈവം പറഞ്ഞു, ദൈവം പറഞ്ഞു. ഈ കുഞ്ഞുങ്ങൾ ഇത് വിശ്വസിച്ചു. അതാണ് കുടുംബത്തിന്റെ പ്രത്യേകത. ആ കുടുംബത്തിലെ എല്ലാവരും, നോഹയുടെ ഭാര്യയും കപ്പലിൽ കയറി. ഇനി ഇതിനകത്തെ തമാശ, അവൻ്റെ മരുമക്കളും കയറി. സാധാരണ അതിച്ചിരി പ്രയാസമാണ്. അമ്മായിപ്പന് ഭ്രാന്താണെന്നേ പലപ്പോഴും മരുമക്കൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ നോഹയുടെ കുടുംബത്തിൽ നോഹയും അവൻ്റെ ഭാര്യയും 3 മക്കളും 3 മരുമക്കളും എല്ലാവരും ഒന്നിച്ചു നിന്നു. അതാണ് ദൈവം പണിയുന്ന കുടുംബം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന പിതാവ്, ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങളുടെ പിതാവ് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഭാര്യയും മക്കളും മരുമക്കളും. എന്തൊരു ഭാഗ്യമുള്ള ഒരു കുടുംബമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം പദ്ധതിയിട്ടിരിക്കുന്ന എല്ലാം യഹോവ കൽപ്പിച്ചതുപോലെ. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 7-ാമത്തെ അധ്യായം വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ദൈവം പറയുന്നത്, അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കിടക്കുക. ഇസി കുടുംബത്തെ മാറ്റി നിർത്താൻ പറയുന്നില്ല. ദൈവത്തിന്റെ പദ്ധതിയിൽ എന്തുകൊണ്ട്? കുടുംബമുണ്ട്. നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കിടക്കുക. ഞാൻ ഈ തലമുറയിൽ നിന്നെ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം ഒരു പക്ഷേ മിഷൻ ഫലമേൽപ്പിക്കുന്നത് കുടുംബത്തിന്റെ നാഥനെയാണെങ്കിലും ഒരു കുടുംബത്തെ മൊത്തം ദൈവം അതിന് കൂട്ടി നിർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഭർത്താവിനെ ആയിരിക്കും ഒരുപക്ഷെ ദൈവം ദൗത്യം ഫലമേൽപ്പിച്ചത്, പക്ഷെ ഭാര്യ കൂടെ നിൽക്കണം. അതാണ് തക്ക തുണ എന്ന് പറയുന്നത്.
എന്തിനാ കൂടെ നിൽക്കുന്നത്? എന്ത് തോന്നിവാസം കാണിച്ചാലും കൂടെ നിൽക്കണമെന്നല്ല അതിനകത്തെ അർത്ഥം. ദൈവിക പദ്ധതിയിൽ പങ്കാളിയാകുവാൻ ഭാര്യയുമുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. കർത്താവ് പറയുന്നത് നീയും നിന്റെ സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കിടക്കുക. നോഹേ, നീ കയറാൻ മാത്രമല്ല പറയുന്നത്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അതാണ്. മറ്റുള്ള പല മതങ്ങളിലും ഇൻഡിവിജ്വലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത് ഇവിടെ ഇൻഡിവിജ്വൽ ഒന്നുമല്ല. ഇവിടെ ഭാര്യയും മക്കളും ഒരുമിച്ച് അവൻ ചെയ്യുന്നതെല്ലാം. അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ. ഞാൻ വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു പോകുകയാണ്. അപ്പൊ എല്ലാ ഡീറ്റെയിൽസിൽ പോലും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? കൽപ്പിക്കുന്നുണ്ട്. ഒരു പെട്ടകം പണിയാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാനല്ല പറയുന്നത്. ആ പെട്ടകത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും കംപ്ലീറ്റ് ആയിട്ട് എവ്രി ഡീറ്റെയിൽസ് അതെല്ലാം കേൾക്കണം. കുടുംബനാഥൻ അത്രയ്ക്കും ദൈവശബ്ദം കേൾക്കുന്നവനായിരിക്കണം. ബാക്കിയുള്ളവർ അവനോട് ചേർന്ന് നിൽക്കണം. എന്നിട്ട് യഹോവ വാതിലടച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. യഹോവ വാതിലടച്ചു. ഇപ്പൊ ഈ പെട്ടകത്തിനകത്ത് ആകെ 8 ജനം. നോഹ, ഭാര്യ, 3 മക്കൾ, അവരുടെ ഭാര്യമാര്, 8 പേര്. ഏറ്റവും വലിയ കാര്യം എന്നറിയാമോ? ഇനി ലോകത്തിൽ ദൈവത്തിന് ഈ 8 പേരേ ഉള്ളൂ. ഇവർക്ക് ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നത് മാത്രമല്ല, ഇപ്പം വന്ന് ഏറ്റവും ഒടുവിൽ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഗോഡ് ഹാസ് ഓൺലി 8 പീപ്പിൾ ഇൻ ദിസ് വേൾഡ്. ദൈവത്തിന് ആകെ 8 പേരേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ വാക്കുകൾക്കനുസരിച്ച് ജീവിച്ചാൽ നീ ദൈവത്തിന്റെ പൊസഷനാവും. നമ്മൾ ദൈവത്തിന്റെ പൊസഷനാകണം, ദൈവത്തിന്റെ വകയാകണം. നോഹയും കുടുംബവും ദൈവത്തിന്റെ വകയായിരുന്നു. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വെള്ളം നിലയ്ക്കുന്നത് നമ്മൾ കാണുന്നു. അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദൈവം നോഹയോട് അരുളി ചെയ്തു, നീ നിന്റെ ഭാര്യമാരും പുത്രന്മാരുടെ ഭാര്യയും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവിൻ. അവർ പുറത്തിറങ്ങി. പിന്നെ നമ്മൾ നോഹയും പുത്രന്മാരും ഭാര്യയും പുറത്തിറങ്ങിക്കഴിഞ്ഞ് 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞ ആദ്യം നോഹ ചെയ്യുന്ന കാര്യം എന്നറിയാമോ? യാഗപീഠം പണിതു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടായിരുന്നു, അബ്രഹാം യാഗപീഠം പണിതു. യാഗം അർപ്പിക്കുമ്പോൾ ശരിക്കും നമ്മൾ ദൈവത്തോട് പറയുന്നത്, ദൈവമേ, ഇനി മുതൽ നീയാണ് എൻ്റെ ഉടമസ്ഥൻ എന്നാ പറയുന്നത്. ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതാണ് യാഗം. ആട്ടിൻകുട്ടിയെ യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ എൻ്റെ ആളായിരുന്നെങ്കിൽ യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഏത് ദൈവത്തിന് യാഗം അർപ്പിക്കുന്നു ആ ദൈവത്തിന്റെ വകയാണ് ആട്ടിൻകുട്ടി. പക്ഷെ ആട്ടിൻകുട്ടി ഒരു റെപ്രസെന്റ് ചെയ്യുന്ന, ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ജീവി എന്നുള്ളതേ ഉള്ളൂ. അതായത് ദൈവത്തിന് ഇപ്പോൾ ആട്ടിൻകുട്ടിയെ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ദൈവം ചോദിക്കുന്നത് നിന്റെ ഉടമസ്ഥാവകാശം, നിന്റെ ആട്ടിൻകുട്ടിയുടെ ഉടമസ്ഥാവകാശം എനിക്ക് തന്നു, പക്ഷേ നിന്റെ ഉടമസ്ഥാവകാശം നീ എനിക്ക് തരുന്നുണ്ടോ? നമ്മൾ യാഗമാക്കുമ്പോൾ നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കുന്നതാണ്. അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായപ്പോൾ അബ്രഹാം യാഗം കഴിക്കുന്നുണ്ട്. ഇത് അതിനു മുമ്പ് നടക്കുന്ന കാര്യമാണ്. നോഹ എന്ത് ചെയ്യുന്നു? അവന് ദൈവം പ്രത്യക്ഷനായി, അവനെ കരുതി പെട്ടകത്തിന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യം അവൻ ചെയ്യുന്നത്, അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൻ്റെ അവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കണം. നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കണം. നോഹ തന്നെയും കുടുംബത്തെയും ദൈവത്തിന് സമർപ്പിച്ചു. ഇനി അവന് ദൈവം മാത്രമേ ഉള്ളൂ. ആ ഒരു സ്റ്റേജിലേക്ക് വരികയാണ്. ദൈവം നോഹയുമായിട്ടൊരു ഉടമ്പടി ചെയ്യുന്നു. അതിനുശേഷം 8-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്. നോക്കുക, ഒരു ഉടമ്പടിയാണ്. കാരണം ഈ സൗരഭ്യവാസന മണത്തെന്ന് പറയുന്നത് ഒരു ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനൊരു വാക്ക് പറയുന്നത്, ഒരു ഭക്ഷണം പോലെ. കാര്യം ഉടമ്പടിയുടെ ഉറപ്പിനായി സാധാരണ നിലയിൽ ആ ഏൻഷ്യൻ നിയർ ഈസ്റ്റിൽ ആളുകൾ എന്ത് ചെയ്യുമായിരുന്നു? ഒരു ഉടമ്പടി ഭക്ഷണം, കവനന്റ് മീൽ. ഇവിടെ ദൈവം നോഹയുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു. നോഹ അർപ്പിച്ചതായ ഹോമയാഗം ദൈവം യഹോവ മണത്തപ്പോൾ എന്നാണ്. അവിടുത്തെ കാര്യം, യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ. യു സി, ആ റിലേഷൻ വർദ്ധിക്കുകയാണ്. എന്നിട്ട് 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തതെന്തെന്നാൽ, അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അനുഗ്രഹം എന്ന് പറയുന്നത് പുത്രാധികാരമാണ്. പുത്രന്റെ അധികാരം കൈമാറ്റം ചെയ്യുകയാണ്. ഇവിടെ കർത്താവ് നോഹയോട് പറയുകയാണ്, ഞാൻ ആദമിനെ സൃഷ്ടിച്ചു, ആദം എൻ്റെ മകനായിരുന്നു, പക്ഷേ
അവൻ പുത്രത്വത്തെ നിഷേധിച്ചു. ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ നിന്നെ എൻ്റെ മകനാക്കിയിരിക്കുന്നു. ഇനി ഞാൻ ലോകത്തോട് ഇടപെടുന്നത് നിന്നിലൂടെയാണ്. നീ എന്നെ പ്രതിനിധാനം ചെയ്യാൻ തുടങ്ങും. ദൈവവുമായി ഒരു ഉടമ്പടി ബന്ധത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കുടുംബമാണ് ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കുടുംബം എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി നിർവഹിക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിന്ന നോഹയും അവൻ്റെ ഭാര്യയും അവൻ്റെ മക്കളും മരുമക്കളും ഇന്ന് നമുക്കൊരു വലിയ മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ വേണം. പിന്നീടുള്ള ദൈവം തിരഞ്ഞെടുത്തവരെല്ലാം ഇതുപോലെ കുടുംബമായിട്ട് ദൈവത്തിൻ്റെ പിന്നാലെ വരുന്നതാണ് നമ്മൾ കാണുന്നത്. ടേക്ക് ദ കേസ് ഓഫ് അബ്രഹാമിൻ്റെയും സാറയുടെയും പ്രത്യേകതയൊന്ന് ആലോചിച്ച് നോക്കിയേ. അബ്രഹാമിനെ ദൈവം വിളിച്ചത് അബ്രഹാമേ എന്ന് വിളിച്ചു. അബ്രഹാമേ എന്ന് വിളിച്ച് അബ്രഹാമിനെയാണ് വിളിച്ചത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അബ്രഹാമിനെ ദൈവം വിളിച്ചു. പക്ഷേ ഞാൻ പെട്ടെന്ന് പറയുകയാണ്, 5-ാമത്തെ വാക്യം വന്നപ്പോൾ അവിടെ അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരന്റെ മകനായ ലോത്തിനെയും. 1-ാമത്തെ കാര്യം, സാറായെ സമ്മതിക്കണം. കാര്യം അബ്രഹാമിനോട് ഒരുപക്ഷെ ചോദിച്ചു കാണും, അച്ചായ അബ്രഹാം പറഞ്ഞു, ദൈവം പറഞ്ഞു പോകാൻ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് പോകണം. അച്ഛാ എങ്ങോട്ടാണ് അച്ഛാ പോകുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല. അല്ല, നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ പോകുന്നത്? അറിയത്തില്ല. നമ്മൾ കിഴക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ പോകുന്നത്? അറിയത്തില്ല. അല്ല, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? അറിയത്തില്ല. പിന്നെ എങ്ങനെ അച്ഛാ? അത് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. ഒരു ഭയങ്കര അനിശ്ചിതത്വമാണ്. ഇറ്റ് ഈസ് അൺസർട്ടനിറ്റി. ഈ അൺസർട്ടനിറ്റിയിലേക്ക് ഇറങ്ങിപ്പോകാൻ അബ്രഹാമിൻ്റെ കൂടെ സാറ നിന്നെന്നുള്ളതാണ്. അതാണ് കുടുംബത്തിൻ്റെ പ്രത്യേകത. പ്രിയമുള്ളവരെ, ഇന്നും കുടുംബമായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെടുവാൻ ഒരുപക്ഷെ അത് അൺസർട്ടനിറ്റി ആയിരിക്കും, അനിശ്ചിതത്വം. ശരിക്കും അനിശ്ചിതത്വമാണ്. കാര്യം എബ്രായത്തിൽ നമ്മൾ വായിക്കുന്നത്, അവർ എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ കനാൻ നാട്ടിലേക്ക് പുറപ്പെട്ടെന്ന ഉൽപ്പത്തി 12 എഴുതിയിട്ടുണ്ട്. പക്ഷേ എബ്രായത്തിൽ വരുമ്പോൾ കൃത്യമായിട്ട് പറയുന്നു, താൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെട്ടു. അത് അബ്രഹാമിനും അറിയത്തില്ല, സാറായിക്കും അറിയത്തില്ല. എന്നാൽ തൻ്റെ ഭർത്താവിനോട് ദൈവം സംസാരിക്കുന്നു എന്നുള്ള ബോധ്യം സാറായിക്കുണ്ടായിരുന്നു. അവരൊരു കുടുംബമായിട്ട് നിന്നു. ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള കുടുംബങ്ങളെയാണ് നമുക്ക് അനിവാര്യമായിരിക്കുന്നത്. ഈ കാലയളവിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മളെക്കുറിച്ച് തന്നെ, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് തന്നെ. കർത്താവേ, നിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു കുടുംബമായി ഞങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് നോഹയുടെ കുടുംബത്തെ പോലെ, അബ്രഹാമിൻ്റെ കുടുംബത്തെ പോലെ ജീവിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ പണിയണമേ എന്ന് നമുക്കൊന്ന് പറയാം. ദൈവത്തിൻ്റെ മനസ്സിലെ സ്വപ്നം കുടുംബമായി ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ്. അബ്രഹാമിനുണ്ടായ മകൻ ഇസഹാക്ക്, ഇസ്മായിലിൻ്റെ കാര്യം ഇവിടെ, ഇസഹാക്ക്. ആ ഇസഹാക്കിനെ ഈ സാറായും അബ്രഹാമും കൂടെ പ്രായമായപ്പോൾ ഉണ്ട്, ഒരുപക്ഷെ ഒരു പരിധി വരെ ലാളിച്ച് വളർത്തിയ. ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ, ഇത്രയും പ്രായമായപ്പോൾ ഉണ്ടായ കൊച്ച, അതുകൊണ്ട് ഒത്തിരി ലാളിച്ചങ്ങ് വഷളായി പോയെന്ന്. പക്ഷേ ഇസഹാക്കിനെ അബ്രഹാമും സാറായും കൂടെ വളർത്തിയിട്ട് അവൻ വഷളായി പോയില്ല. സമ്മതിക്കണം ഈ ചെറുക്കനെ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അവനെ യാഗമാക്കാനായിട്ട് കൊണ്ടുപോകുന്നത് അവനോട് പറഞ്ഞിട്ടൊന്നുമല്ല. വാ മോനെ എന്ന് പറഞ്ഞപ്പോൾ വിറവ് എടുത്തുകൊണ്ട് കൂടെ പോവുക. അന്ന് ഇസഹാക്കിനൊരു 25 വയസ്സ് കാണും, അബ്രഹാമിനൊരു 125 വയസ്സും കാണും. അബ്രഹാം ചില പ്രായമൊക്കെ ആയി ഒരു പരുവത്തിലിരിക്കുക. ചെറുക്കൻ നല്ല ഊർജ്ജസ്വരനായ ചെറുക്കൻ. മോറിയാമലയിൽ ചെന്ന് കഴിഞ്ഞ് അവൻ ചോദിച്ചു, അപ്പാ വിറവുണ്ട്, തീയുണ്ട്, യാഗമൃഗം എവിടെയാ? യഹോവ കരുതിക്കൊള്ളും മകനെ. കുറച്ച് കഴിഞ്ഞ് യാഗപീഠത്തിൽ വിറകെല്ലാം അടുക്കി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എവിടാ യാഗമൃഗം? മോനെ, നീയാ യാഗമൃഗം. നമ്മളെ പിള്ളേർ വല്ലതും ആണെങ്കിൽ പറഞ്ഞേനെ, കിളവൻ പ്രായമായപ്പോൾ ഓർമ്മയും ഇല്ല, ബുദ്ധിയും ഇല്ല, ഒന്നുമില്ല, ഏതാണ്ട് സ്വപ്നവും കണ്ട് ചിളങ്ങിയേക്കുക. പിടിച്ചു കെട്ടി ഞാൻ വീട്ടിൽ കൊണ്ടുപോകും കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. പക്ഷേ ഇസഹാക്ക് പറഞ്ഞു, അപ്പാ എനിക്കൊരു കാര്യം അറിയാം, ദൈവം നിന്നോട് സംസാരിക്കും, നീ ദൈവം പറയുന്നത് കേൾക്കുന്നവനാ. ഞാനാണോ യാഗമൃഗം? ശരി. അവനാ വിറകിൻ്റെ മുകളിൽ കയറിക്കിടന്നു. അതാണ് കുടുംബം. അങ്ങനെയുള്ള കുടുംബമാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. ദൈവശബ്ദത്തിന് കാതോർക്കുന്ന പിതാവ്, അപ്പനോട് ദൈവം സംസാരിക്കുന്നെന്നുള്ള ബോധ്യത്തോടുകൂടെയുള്ള മക്കൾ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ വളർത്താൻ നമുക്ക് കഴിയണം. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായും അതിന് വളരെ ദൈവകൃപ അനിവാര്യമാണ്. അവന് വേറെ മോഹങ്ങളില്ലായിരുന്നു. 25 വയസ്സുള്ള ഇസഹാക്കിന്, ഞാൻ ഏകദേശം അങ്ങ് പറഞ്ഞതാണ്, അവനിൽ
ഭാവിയെക്കുറിച്ചൊന്നും അവന് യാതൊരു മോഹവും ബാക്കിയില്ല. കാരണം ദൈവശബ്ദത്തിനപ്പുറത്ത് അവൻ മറ്റൊന്നും കാണുന്നില്ല. തൻ്റെ അപ്പനോട് ദൈവം പറഞ്ഞത് എന്താണോ അത്, ഞാൻ ചാകുന്നോ മരിക്കുന്നോ മരിക്കട്ടെ, ദാറ്റ്സ് ഓൾ, ഐ ഡോണ്ട് കെയർ. എനിക്ക് ഏറ്റവും വലുത് ദൈവശബ്ദം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. എന്നെ കൊല്ലുന്നത് താതന് ഇഷ്ടമാണെങ്കിൽ ആയിക്കോട്ടെ. അങ്ങനെ പറയുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് നമുക്ക് എത്ര ഇടത്ത് കാണാൻ കഴിയും? അങ്ങനെ ജീവിക്കുന്ന എത്ര മാതാപിതാക്കളെ നമുക്ക് കാണാൻ കഴിയും? യാഗമാക്കാൻ പറഞ്ഞാൽ നമ്മൾ യാഗമാക്കുമോ? നമ്മുടെ കുഞ്ഞുങ്ങളെ യാഗമാക്കാൻ പറഞ്ഞാൽ നമ്മൾ യാഗമാക്കുമോ? കൊല്ലുന്നതൊക്കെ പോട്ടെ, ഒന്ന് പെരിയ ഞാനെന്ന് പറയുക, കർത്താവ് പറയുക, നിന്റെ മകനെ ആഫ്രിക്കയിൽ മിഷനറി ആയിട്ട് വിടാൻ പറഞ്ഞാൽ നമ്മൾ വിടുവോ? യാഗമാക്കുന്നതൊക്കെ പോട്ടെ, അല്ലെങ്കിൽ ഒറീസായ്ക്ക് വിട്, ബീഹാർ വിട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം ആലോചിച്ച് നോക്കത്തില്ലേ? പക്ഷെ യാഗമാക്കാൻ അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ പ്രോസ് ആൻഡ് കോൺസ് ഒന്നും ആലോചിച്ചില്ല, അവൻ യാഗമാക്കി. കാരണം അബ്രഹാം, ദൈവം അവനെ വിളിച്ച് അവന് പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ അന്നൊരു യാഗപീഠം പണിതതാണ്. യാഗപീഠം പണിതപ്പോൾ പറഞ്ഞു, നീയാണ് എൻ്റെ ഉടമസ്ഥൻ, ഇനി നീ പറയുന്നതിനപ്പുറത്ത് എനിക്കൊന്നുമില്ല. അപ്പൻ കൊല്ലാൻ കത്തിയെടുത്തപ്പോൾ യാഗപീഠത്തിൽ സ്വയം കെട്ടപ്പെട്ടവനായി കിടന്നുകൊടുത്ത ഇസഹാക്ക്. യാക്കോബിൻ്റെ കാര്യം വരുമ്പോൾ യാക്കോബിൻ്റെ ഭാര്യമാര് ലേയയും റാഹേലും, രൂത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ അവരെക്കുറിച്ച് പറയുന്ന ഒരു ചെറിയ സാക്ഷ്യം, അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, അതിന് പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ, അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. ഈ വാക്യം എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു വാക്യമാണ്. ഞാൻ ചിന്തിച്ചിരുന്നതല്ല ഇസ്രായേൽ ഗൃഹം പണിതത് യാക്കോബാണെന്നാണ്. പക്ഷേ ദൈവവചനം പറയുന്നു ഇസ്രായേൽ ഗൃഹം പണിതത് റാഹേലും ലേയും കൂടാണെന്ന്. നമ്മൾ സഹോദരിമാരൊക്കെ ഒന്ന് കേൾക്കണം. അഹങ്കരിക്കാനൊന്നുമല്ല. യാക്കോബ് അതിലെ ഇതിലെ എല്ലാം ഓടി നടന്നപ്പോൾ, ലാബാന്റെ ആടിനെ മേയിച്ച് അതിലെ ഇതിലെ എല്ലാം കൂടെ നടന്ന സമയത്ത് പല പല ബെത്തപ്പാടുകൾക്കിടയിൽ മക്കളെ വളർത്തിയത് ആരാണ്? റാഹേലും ലേയും. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരിമാരൊന്ന് മനസ്സിലാക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് പുരുഷന്മാർ മാത്രം എല്ലാം ചെയ്യണമെന്നല്ല, സ്ത്രീകൾ, അവർക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി വളർത്തുക എന്ന് പറയുന്ന വലിയ ഒരു ഉത്തരവാദിത്വം. മോശയുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ, മോശയുടെ മാതാപിതാക്കൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരുടെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ. ജനിക്കുന്ന സകല ആൺകുട്ടികളെയും കൊല്ലണമെന്നുള്ളത് ഫറവോന്റെ കൽപ്പനയാണ്. ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചാൽ ഉത്തരവാദിത്വം അപ്പനും അമ്മയ്ക്കുമാണ്. അങ്ങനെ അറിഞ്ഞാൽ ഫറവോൻ കുഞ്ഞിനെ മാത്രമല്ല അപ്പനും അമ്മയും കൂടെ കൊല്ലും. എന്നാൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ 2-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടു. അപ്പം ഞാൻ ആലോചിച്ചു, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നല്ലേ, അപ്പം പിന്നെ സൗന്ദര്യമുള്ളവൻ ഏത് കുഞ്ഞാണെങ്കിലും അമ്മയ്ക്ക് എന്താ സൗന്ദര്യമുള്ളവനാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ലല്ലോ. പക്ഷേ ഇവിടെ ഈ സൗന്ദര്യം എന്ന് നമ്മൾ പറയുന്നത്, സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ സ്തെഫാനോസ് പറയുമ്പോൾ പറയുന്നത് മോശ ദിവ്യസുന്ദരനായിരുന്നെന്ന്. ദിവ്യസുന്ദരൻ. അതുപോലെ നമുക്കറിയാമല്ലോ, ഇവരെ അമ്രാം എന്നാണ് മോശയുടെ അപ്പൻ്റെ പേര്. അമ്മയുടെ പേര് യോക്കേബേദ് എന്നാണ്. നമ്മൾ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ അത് കാണുന്നുണ്ട്. അമ്രാം തൻ്റെ പിതാവിൻ്റെ സഹോദരിയായ യോക്കേബേദിനെ വിവാഹം കഴിച്ചുവെന്നാണ് നമ്മൾ കാണുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 23-ാം വാക്യത്തിൽ, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. ഹി വാസ് ഡിവൈൻലി ബ്യൂട്ടിഫുൾ എന്നാണ്. ഗോഡ്ലി ചൈൽഡ്. ഹി വാസ് എ ഗോഡ്ലി ചൈൽഡ്. അതായത് ഈ അപ്പനും അമ്മയും മോശയിൽ കണ്ടത് ഒരു ദിവ്യ സൗന്ദര്യമാണ്. സാധാരണ കുഞ്ഞല്ല ഇവൻ.
ഇവന്റെ മേലൊരു ഡിവൈൻ കോളിംഗ് ഉണ്ടെന്ന് മോശയുടെ അമ്മയും അപ്പനും മനസ്സിലാക്കി. അതാണ് ഇവിടെ പറയുന്ന ദിവ്യ സൗന്ദര്യം എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെയൊക്കെ ചുമതലയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ മേലുള്ള ഡിവൈൻ കോൾ എന്താണെന്ന് മനസ്സിലാക്കണം. എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ദൈവം എന്തുദ്ദേശിക്കുന്നു? അമ്രാമിനും യോക്കേബേദിനും മനസ്സിലായി എൻ്റെ കുഞ്ഞ് ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവനാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ കുഞ്ഞ് മാത്രമല്ല, ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ദൈവത്തിന് ഇവനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇവനെ കൊല്ലാൻ ഏൽപ്പിച്ചാൽ ആ ദൈവിക പദ്ധതിക്ക് തടസ്സം വന്നേക്കാം. ഇല്ല, ഞങ്ങളുടെ ജീവൻ പോയാലും ഈ കുഞ്ഞിനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, ഇവനെ വളർത്തും. ആ അമ്മ അവനെ, നമുക്കറിയാം, അവനെ മുലയൂട്ടുന്നതിന് അമ്മയ്ക്ക് ശമ്പളം കിട്ടി. ലോകത്തിൽ അങ്ങനെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടുന്നതിന് ശമ്പളം വാങ്ങിക്കുന്ന ഒരു സ്ത്രീ, അങ്ങനെ ശമ്പളം കിട്ടി, അവനെ വളർത്തി. 40 വയസ്സുള്ളപ്പോൾ മോശ എന്ത് ചെയ്തു? തൻ്റെ സഹോദരന്മാരെ കാണാൻ പോയി. കാര്യം അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നീ എബ്രായനാണെന്ന്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ അവരുടെ രക്ഷ തന്നിലൂടെ സംഭവിക്കുമെന്ന് മോശ മനസ്സിലാക്കി. പക്ഷേ അവൻ്റെ സഹോദരന്മാരത് തിരിച്ചറിഞ്ഞില്ലെന്ന്. അതായത് 40 വയസ്സുള്ളപ്പോഴേ മോശയ്ക്ക് അറിയാമായിരുന്നു ദൈവം തന്നെയാണ് ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നതെന്ന്. എങ്ങനെയാണ് മനസ്സിലായത്? എങ്ങനെയാണ് മോശയ്ക്കത് മനസ്സിലായത്? ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്ന മോശ എങ്ങനെ തിരിച്ചറിഞ്ഞു എബ്രായരുടെ വീണ്ടെടുപ്പ് ദൈവം എന്നെയാണ് പരമേൽപ്പിച്ചിരിക്കുന്നതെന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞു? യോക്കേബേദ്, അവൻ്റെ അമ്മ, മുലകുടി പ്രായത്തിൽ അവൻ്റെ അമ്മ ആ മോനോട് പറഞ്ഞു കൊടുത്തിരുന്നു, മോനെ, നിന്റെ മേലൊരു ദിവ്യ സൗന്ദര്യമുണ്ട്, നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ട്, ദൈവത്തിന് നിന്റെ മേലൊരു പദ്ധതിയുണ്ട്. ഇതവനെ പറഞ്ഞ് മനസ്സിലാക്കി. മുലകുടി മാറുന്നതിന് മുമ്പ് അവനെ പറഞ്ഞ് അവൻ്റെ തലയെ കയറ്റി. ഹല്ലേലൂയ. അതുകൊണ്ട് 40 വയസ്സായപ്പോഴും അവൻ്റെ മനസ്സിലെല്ലാം ഉള്ള ചിന്ത, ഞാൻ ഫറവോൻ്റെ പുത്രിയുടെ മകനെന്നാണ് വിളിക്കപ്പെടുന്നത്, പക്ഷേ ഞാൻ ഫറവോൻ്റെ പുത്രിയുടെ മകനല്ല, ഞാനൊരു എബ്രായനാണ്. എനിക്കൊരു വലിയ ദൗത്യമുണ്ട്. എൻ്റെ മേലൊരു ദിവ്യ സൗന്ദര്യം എൻ്റെ മാതാപിതാക്കൾ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ദിവ്യ സൗന്ദര്യം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. മുലകുടി മാറുന്നതിന് മുമ്പ് മോശയെ യോക്കേബേദ് അത് പഠിപ്പിച്ചെങ്കിൽ 40 വയസ്സായപ്പോഴും അവൻ്റെ മനസ്സിൽ നിന്ന് അത് മാറിയില്ല. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ മുലകുടി മാറുന്നതിന് മുമ്പ് തന്നെ, ഇപ്പം മുലകുടിയൊക്കെ നേരത്തെ തന്നെ നിർത്തും, പണ്ട് അത്രയോ അല്ല, ചില കുറച്ച് നാളുകളൊക്കെ മുലകുടി പ്രായം എന്ന് പറയുന്നത് സംസാര സമയത്തുമുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ കുഞ്ഞുങ്ങളുടെ മേലുള്ള ദൈവവിളി എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതിനുവേണ്ടി വലിയ ത്യാഗം സഹിക്കേണ്ടി വരും. മോശയുടെ മാതാപിതാക്കൾ സ്വന്തം ജീവനെ അവഗണിച്ചാണ് അത് ചെയ്തത്. ഇനി അതൊന്നും വേണ്ട, യേശുവിൻ്റെ കാര്യം ആലോചിച്ചേ. യേശുവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി യേശുവിൻ്റെ ഭൂമിയിലെ മാതാപിതാക്കളായ മറിയവും യോസഫും എന്തുമാത്രം ത്യാഗം സഹിച്ചു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ അമ്മയുടെ അടുത്ത് നസറത്തിൽ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനാകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് പോലെ അല്ല അന്നത്തെ ഒരു കാര്യം. അവൾ കന്യകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് വന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ കന്യകയാണ്. അവൾ കല്യാണം കഴിച്ചതല്ല. കല്യാണം ഉറച്ചതാ, പക്ഷെ കല്യാണം കഴിച്ചിട്ടില്ല. ആ സമയത്താണ് ഗബ്രിയേൽ ദൂതനെ പറഞ്ഞു വിടുന്നത്. ദൂതൻ അവളോട് പറയുക, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന്. നമ്മളൊക്കെ ചിന്തിക്കും, അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കാണുമെന്ന്. അവൾ സന്തോഷം കൊണ്ടൊന്നും തുള്ളിച്ചാടിയില്ല. അവൾ ആകെ വെരുണ്ടുപോയി. വെരുണ്ടെന്നുള്ളതല്ല, അവളുടെ ജീവൻ പോയ പോലെ ആയിപ്പോയി. എലിസബത്തിൻ്റെ അടുത്ത് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം അവൾ നോക്കിയിരിക്കുക ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി. പക്ഷേ കന്യകയായ ഒരു വ്യക്തിയുടെ, ഒരു പെൺകുട്ടിയുടെ അടുക്കൽ ചെന്നിട്ട് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ജീവൻ പോകത്തില്ലേ? ഇല്ലേ? നോക്കുക, അവൾ പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയായികയാൽ
ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇതിന്റെ കോൺസിക്വൻസ് എന്താ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, 1, യോസഫ് അവളെ ഉപേക്ഷിക്കും. 2, യോസഫ് അവളെ ഉപേക്ഷിച്ചാൽ ഇവൾ പിന്നീട് അറിയപ്പെടുന്നത് ഒരു വേശ്യ എന്ന നിലയിലാണ്. കാര്യം, കല്യാണം കഴിക്കാത്ത പെൺകുട്ടി പ്രസവിച്ചു. 3, അഡൽട്ടറി ആരോപിച്ച് ഇവളെ വേണമെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോലും സാധ്യതയുണ്ട്. ഇവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, അപമാനം സഹിക്കണം, ഒരുപക്ഷെ മരണം തന്നെ സംഭവിക്കാം. പക്ഷെ ദൂതൻ പറഞ്ഞു, മറിയേ, വിശുദ്ധ പ്രജയാണ് നിന്റെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഇത് ദൈവത്തിന് വേണ്ടിയാണ്. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നീ അപമാനം സഹിക്കേണ്ടി വരും, ഒരുപക്ഷെ മരണം തന്നെ സംഭവിച്ചേക്കാം. പക്ഷെ ഇപ്പോൾ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. മറിയ പറയുന്ന കാര്യം, എനിക്ക് അപകടമുണ്ടാകും, ഒരുപക്ഷെ മരണത്തിന് തന്നെ ഞാൻ അപമാനിക്കപ്പെടും, യോസഫ് എന്നെ ഉപേക്ഷിക്കും, എൻ്റെ വീട്ടുകാരെന്നെ ഉപേക്ഷിക്കും, നാട്ടുകാരെന്നെ വേശ്യയെന്ന് വിളിക്കും, ഒരുപക്ഷെ മതത്തിൻ്റെ ആൾക്കാരെന്നെ കല്ലെറിഞ്ഞെന്നിരിക്കും. എന്നാലും ദൈവത്തിന് ഇതാവശ്യമാണെങ്കിൽ അവൾ പറയുന്നത് അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതിൽ സന്തോഷത്തിൻ്റെ വാക്കൊന്നുമല്ല, വേദനയുടെ വാക്കുകളാണ്. ഹുവമായി, ദൈവത്തിന് എന്നെ അപമാനത്തിന് വിട്ടുകൊടുക്കാനാണ് ദൈവം ചിന്തിക്കുന്നതെങ്കിൽ ആയിക്കോട്ടെ, ഇനി മരണത്തിനാണെങ്കിൽ അതും ആയിക്കോട്ടെ. ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്. എനിക്ക് ചിന്തകളില്ല, താല്പര്യങ്ങളില്ല, ആഗ്രഹങ്ങളില്ല, മോഹങ്ങളില്ല, നിബന്ധനകളില്ല. ദൈവത്തിന് എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ. ദൈവപുത്രനെ ലോകത്തിന് കൊടുക്കാൻ ഞാൻ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി, അതായത് ദൈവികരായ മക്കളെ ലോകത്തിന് കൊടുക്കാൻ ത്യാഗം സഹിക്കേണ്ടി വരുന്ന മാതാപിതാക്കൾ. യോസഫിന്റെ കാര്യം അതിനേക്കാൾ കഷ്ടമാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് യോസഫിന്റെ കാര്യം അവിടെ പറയുന്നത് 18-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, യോസഫ് മനസ്സിലാക്കുന്നു മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവൾ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അതൊന്നും യോസഫിന് അറിയത്തില്ലല്ലോ, പരിശുദ്ധാത്മാവിനാലാണെന്നൊന്നും അറിയത്തില്ല. അവൻ ആകെപ്പാടെ അറിയാവുന്നത് മറിയ എന്നെ വഞ്ചിച്ചു, അവൾ ഇപ്പോൾ ഗർഭിണിയാണ്, അവൾ വേറൊരു പുരുഷന്റെ പിന്നാലെ പോയി, ഇത്രയൊക്കെ യോസഫിന് അറിയത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അവന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാനില്ല. അവൻ പറഞ്ഞാൽ മതി, എൻ്റെ ഭാര്യ ആകേണ്ട അല്ലെങ്കിൽ ആയ മറിയ അവൾ വേശ്യാവൃത്തി ചെയ്തു, ഇപ്പോൾ അവൾ ഗർഭിണിയാണ്, അതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് കാരണം പറഞ്ഞ് ഉപേക്ഷിക്കാം. എന്നാൽ യോസഫ് നീതിമാനായതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്നു. രഹസ്യത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, കാരണം പറയാതെ ഉപേക്ഷിക്കുക. അവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കേണ്ടതിന് കാരണം പറയാതെ ഉപേക്ഷിക്കുക. അതായത് കാരണം പറയാതെ ഉപേക്ഷിച്ചാൽ കാരണം നാട്ടുകാർ കണ്ടുപിടിക്കും. കാരണം പറയാൻ അവനുണ്ട്. ഞാൻ വിവാഹ നിശ്ചയം ചെയ്ത ഈ സ്ത്രീ ഇന്ന് ഗർഭിണിയാണ്, അതുകൊണ്ട് അവൾ വേശ്യയാണ്, അവളെ എനിക്ക് വേണ്ട. കാരണം പറഞ്ഞു, തീർന്നു. യോസഫിനെ ആരും കുറ്റം പറയത്തില്ല. എന്നാൽ കാരണം പറയാതെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, കാരണം പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ പറയും, കണ്ടോ അവൻ നല്ല പിള്ള ചമഞ്ഞ് നടക്കുക, ആ പെണ്ണിനെ കൂടി വരുന്നതിന് മുമ്പേ കൊണ്ടുപോയി ഗർഭിണിയാക്കി, ഇപ്പൊ ഉപേക്ഷിച്ചേക്കുന്നു, അവനൊരു പുരുഷനാണോ? ലോകാപവാദം ഇപ്പം യോസഫിന്റെ മേളിലാകും. പക്ഷേ തന്നെ വഞ്ചിച്ചുവെന്ന് ചിന്തിക്കുന്ന സ്ത്രീക്ക് വേണ്ടി പോലും, അതാണ് നീതിമാൻ എന്ന് പറയുന്നത്, അവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കാൻ ലോകാപവാദം സ്വയം ഏറ്റെടുത്തവനാണ് ആര്? യോസഫ്. അങ്ങനെ ഈ രണ്ടു കൂട്ടരും യേശുവിനെ ലോകത്തിന് നൽകാൻ എത്രയോ ത്യാഗം സഹിച്ചു. പക്ഷെ ആ കുടുംബം, യോസഫും മറിയയും, ആ കുടുംബം ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ദൗത്യത്തിൻ്റെ നിർവാഹകരായി തീർന്നു. യേശു ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ അവർ വേദന തിന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇതുപോലെ ലോകത്തിന് വിശുദ്ധരായ കുറച്ചുപേരെ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, അടിസ്ഥാനപരമായി ദൈവം കുടുംബത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മഹാന്മാരെ ലോകത്തിന് നൽകാൻ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ മഹാന്മാരുടെ മാതാപിതാക്കളുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ഏത് വ്യക്തിയെക്കുറിച്ചും ദൈവം ഉദ്ദേശിക്കുന്നതെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധ പ്രജകളായി ദൈവത്തിന് മടക്കി കൊടുക്കണം എന്നാണ്. 127-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ, മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലവും അവൻ നൽകുന്ന പ്രതിഫലവും തന്നെ.
അത് എല്ലാ മക്കളും, മഹാന്മാരായ മക്കൾ മാത്രമല്ല. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കൊച്ചിനെയാണ് നമുക്ക് കിട്ടിയെങ്കിൽ ആ കുഞ്ഞും ദൈവത്തിന്റെ ദാനമാണ്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രതിഫലമാണ്. അങ്ങനെ നമുക്ക് ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ, മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഇൻഹെറിറ്റൻസ് ആണ്. അങ്ങനെ കണ്ടുവേണം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട്. മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവും. ആ കുഞ്ഞുങ്ങളെ ഇപ്പം നമുക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകിയാൽ കുഞ്ഞിന്റെ ഉടമസ്ഥൻ ഞാനല്ല, ദൈവം തന്നെയാണ്. അപ്പോൾ ആ ഉടമസ്ഥൻ എന്നെ നോക്കാൻ ഏൽപ്പിച്ചേക്കുക. ശരിക്കും പറഞ്ഞാൽ വളർത്താൻ ഏൽപ്പിക്കാന്നൊക്കെ പറയുമല്ലോ. പണ്ടൊക്കെ നമ്മൾ ഈ പശുവിൻ്റെ ക്രാവിനെയൊക്കെ വളർത്താൻ കൊടുക്കുമായിരുന്നു. അതിൻ്റെ ഉടമസ്ഥാവകാശം വളർത്താനുള്ള ആൾക്കല്ല എന്നതുപോലെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തു വേണം? നമ്മൾ മടക്കി കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം? മലാഖിയുടെ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ലേശം പോലെ സുബോധം ശേഷിച്ചിരിക്കുന്ന ഒരുവൻ അങ്ങനെ ചെയ്യുകയില്ല, എന്നാൽ ആ ഒരുത്തൻ എന്ത് ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതി അവൻ അന്വേഷിച്ചു. ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നോക്കുക, വാട്ട് ഗോഡ് എക്സ്പെക്ട്, എന്താണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് നമ്മളത് വായിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഒരു വിശുദ്ധ പ്രജയെയാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ദൈവം വാഗ്ദാനം ചെയ്ത സന്തതി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വിശുദ്ധ പ്രജയെ. അപ്പോൾ ഏത് വിവാഹത്തിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് ഒരു വിശുദ്ധ പ്രജയെയാണ്. എ ഗോഡ്ലി സീഡ്. ഹി സോട്ട് എ ഗോഡ്ലി സീഡ്. ദൈവം പ്രതീക്ഷിക്കുന്നത് ഒരു വിശുദ്ധ പ്രജയെയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയുള്ളവരായിരിക്കണം? വിശുദ്ധ പ്രജകളായിട്ട്. അതാണ് കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശ്യം. അപ്പൻ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന അപ്പൻ, അതിൻ്റെ പിന്നാലെ പോകുന്ന അമ്മ, ആ അപ്പനോട് ദൈവം സംസാരിക്കുമെന്ന് മനസ്സിലാക്കുന്നതായ മക്കൾ, കുടുംബം പണിയുന്ന അപ്പനും കുടുംബം പണിയുന്ന അമ്മമാര്. 2 തിമോത്തിയോസ് 2:15 നമ്മൾ വായിക്കുന്ന സ്ത്രീ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, കൂടുതൽ മക്കളുണ്ടെങ്കിൽ കൂടുതൽ രക്ഷയാണെന്നുള്ളതല്ല. ലഭിക്കുന്ന മക്കളെ ദൈവികരായി വളർത്തി അവരെക്കുറിച്ചുള്ള ദൗത്യം, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുമെന്ന അർത്ഥത്തിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് പകർന്നു കൊടുക്കണം. അവരെ വിശുദ്ധ പ്രജകളായിട്ട് വളർത്തണം. നമ്മുടെ മക്കളെ മാത്രമല്ല, നമ്മുടെ കൊച്ചുമക്കളെ വരെ 3 തലമുറയെങ്കിലും. ആവർത്തന പുസ്തകം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല, നമുക്കറിയാവുന്ന ഭാഗമാണ്. 6-ാം അധ്യായത്തിൽ ഇവയെ നിന്റെ മക്കളോട് പറയണം, മക്കളുടെ മക്കളോടും പറയണമെന്ന്. നമുക്കെല്ലാം മക്കളോടും ഉണ്ട് ഉത്തരവാദിത്വം. ഇച്ചിരൂടെ പ്രായമായാൽ കൊച്ചുമക്കളോടും ഉത്തരവാദിത്വമുണ്ട്. പഠിപ്പിക്കണം, കുഞ്ഞു മക്കളെ പോലും പഠിപ്പിക്കണം. തീമത്തിയോസിന്റെ അമ്മയെക്കുറിച്ചും വല്യമ്മയെക്കുറിച്ചും 2 തിമത്തിയോസിന്റെ ലേഖനത്തിൽ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ, എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ചും നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണ്ണനാകുവാൻ വാഞ്ചിച്ചുകൊണ്ട്, എന്നിട്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് ഞാൻ നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. 2 കാര്യം തിമത്തിയോസിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം പൗലോസിന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. 1, അവന്റെ കണ്ണുനീര്. 2, അവന്റെ നിർവ്യാജ വിശ്വാസം. എന്നിട്ട് പറയാണ്, ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതായ നിർവ്യാജ വിശ്വാസം. ഇതാണ് നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം. നമ്മൾക്ക് ദൈവം നൽകിയതായ ആ നിർവ്യാജ വിശ്വാസം നമ്മളിൽ മാത്രമല്ല, നമ്മുടെ മക്കളിലേക്കും നമ്മുടെ മക്കളുടെ മക്കളിലേക്കും നമ്മൾ പകർന്നു കൊടുക്കുന്നവരായിരിക്കണം. ദൈവ വേല ചെയ്യുന്ന ആളുകൾ അവരുടെ മക്കളെക്കുറിച്ച് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ അധ്യക്ഷനെക്കുറിച്ച് 2 തിമത്തിയോസിന്റെ ലേഖനത്തിൽ അതിൻ്റെ 3-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അധ്യക്ഷൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഓരോ വേദഭാഗവും വായിക്കുമ്പോൾ 2 തിമത്തിയോസിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഓരോ കാര്യങ്ങളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അധ്യക്ഷൻ നിരപവാദ്യനായിരിക്കണം എന്നാണ് കാണുന്നത്. നിരപവാദ്യനായിരിക്കണം എന്ന് തന്നെയല്ല,
അവൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം, നിർമ്മതനായിരിക്കണം, ജിതേന്ദ്രിയനായിരിക്കണം. ഓരോ സമയത്തും നമുക്കുള്ള ഓരോരോ കാര്യങ്ങൾ എത്രയോ കൃത്യമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. നമുക്ക് വളരെ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതായ കാര്യം. 1 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏക ഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും ആകരുത്. 4, ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. അധ്യക്ഷന്റെ മാത്രമല്ല, പാസ്റ്റർമാരുടെ മാത്രം കാര്യമല്ല. ഇവിടെ ഇത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുക. പക്ഷെ വേദപുസ്തകത്തിൽ പറയുന്നത് എന്താണ്? അവൻ ശാന്തനും കലഹപ്രിയനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. ഒരു പ്രായം കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ പിള്ളേർ അനുസരിക്കത്തില്ലായിരിക്കും, അത് വേറെ കാര്യം, ഞാനതിന് കുറ്റം പറയുന്നില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ചെറിയ പ്രായത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ പൂർണ്ണ ഗൗരവത്തോടെ വളർത്തണം, അനുസരണത്തിൽ വളർത്തണം എന്ന് തന്നെയാണ്. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നത്, മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തെ വളർത്തുന്നത്, സ്വന്തം കുടുംബത്തെ നന്നായി. 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ശുശ്രൂഷകൻ ഏകഭാര്യയുള്ള ഭർത്താവും മക്കളെയും സ്വന്തം കുടുംബത്തെയും നന്നായി ഭരിക്കുന്നവനും ആയിരിക്കണം. കുഞ്ഞുങ്ങളെ ആത്മീയരായി വളർത്തണം. അത് മക്കൾക്കെല്ലാം അത് പകർന്നു കൊടുക്കണമെന്നാണ്. നമ്മൾ വീട്ടിലെ സംസാരമൊക്കെ അതായിരിക്കണമെന്നാണ്. ആവർത്തനം 6-ാം അധ്യായം നമുക്ക് അറിയാവുന്ന വേദഭാഗമാണ്. അവിടെ പറയുന്നത് ഇസ്രായേലെ കേൾക്ക, 4-ാമത്തെ വാക്യത്തിൽ ക്ഷേമ എന്ന് അവരെ പറയുന്ന ക്ഷേമ എന്ന് പറയുന്നത് കേൾക്കുക എന്നുള്ള അർത്ഥമാണ്. അത് എല്ലാ വീട്ടിലെയും യഹൂദന്മാരായ കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കാൻ വേണം. അപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും എന്താ സംസാരിക്കേണ്ടത്? ദൈവത്തിൻ്റെ വചനം, ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ള കാര്യം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. ഇത് നിരന്തരമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ഒരു കുടുംബമാണ് നമുക്ക് വേണ്ടത്. കുഞ്ഞുങ്ങളെ ആത്മീകരായി വളർത്തണം. പാപം എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഇന്നിപ്പം വന്ന് ക്രൈം മാത്രമേ ആൾക്കാർ നോക്കുന്നുള്ളൂ. ക്രൈം എന്താണ്? നിയമപരമായി ശിക്ഷ കിട്ടുന്ന കാര്യങ്ങളാണ് ക്രൈം. കുറ്റവാളി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പാപി എന്നുള്ള വാക്ക് പോലും ഇന്നില്ല. അവൻ എന്താ കുറ്റമാണ് ചെയ്തത് നമ്മൾ ചോദിക്കുന്നത്. കുറ്റമാകണമെന്നില്ല. ഒരുപക്ഷെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കണം. ഇരമ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്ന് ഞാൻ ഒരു വ്യക്തിയെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇരമ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 35-ാമത്തെ അധ്യായത്തിൽ 35 അതിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ രേഖാബ്യഗ്രഹക്കാരുടെ മുമ്പിൽ വീഞ്ഞ് നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞു കുടിപ്പീനെന്ന് പറഞ്ഞു. പ്രവാചകനാ പറയുന്നത്. ദൈവം പറഞ്ഞു, അവനോടൊന്ന് പറഞ്ഞു നോക്ക്. അവനെ വീഞ്ഞു കുടിപ്പിക്കാനല്ല, ദൈവത്തിനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അത് മൊത്തം വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. 2-ാമത്തെ വാക്യത്തിനുണ്ട്, നീ രേഖാബിഗ്രഹത്തിന്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിൽ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞ് കുടിക്കാൻ കൊടുക്കാൻ. അവർ ദൈവാലയമാണ്, പ്രവാചകൻ അടുത്തുണ്ട്, വീഞ്ഞിരിപ്പുണ്ട്. പ്രവാചകൻ പറയുകയാണ് എന്താ? വീഞ്ഞ് കുടിച്ചോളാൻ. എന്നാൽ അവർ പറയുന്ന മറുപടിയാണ് ഇതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ. അതിനവർ പറഞ്ഞത്, ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല. രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട്, നിങ്ങൾ ചെന്നു പാർക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വക ഒന്നും നിങ്ങൾക്കുണ്ടാകുകയും അരുത്. നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണം എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. ഇതിനകത്ത് മിക്ക കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളല്ല, ആണോ? ഇപ്പൊ വീട് പണിയുന്നത് മോശം കാര്യമാണോ? വിത്ത് വിതയ്ക്കുന്നതോ മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നതോ? എന്നാൽ രേഖാബീനായ യോനാദാവ് പറഞ്ഞു, നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്, നിങ്ങൾ വ്യത്യസ്തരാണ്, നിങ്ങൾ വേർപെട്ടവരാണ്. ശരിക്കും പറഞ്ഞ ഇതിൻ്റെ അർത്ഥം
വീട് പണിത് കൂട്ടാനും പണമുണ്ടാക്കാനും ധനികരാകുവാനും വിത്ത് വിതച്ച് മുന്തിരിത്തോട്ടം ഉണ്ടാക്കാനും പിന്നെ അതിൻ്റെ വീഞ്ഞു കുടിക്കാനും ഒന്നും നിങ്ങൾ പോകരുത്. ഈ വകയൊന്നും നിങ്ങൾക്കുണ്ടാകരുത്. നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്തൊരിക്കലും വീഞ്ഞു കുടിക്കുകയോ പാർപ്പാൻ വീട് പണിയുകയോ ചെയ്യാതെ രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവന്റെ വാക്ക് കേട്ടനുസരിച്ചു വരുന്നു. ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടവും വയലും വിത്തുമില്ല. ഞങ്ങൾ കൂടാരങ്ങളിൽ പാർത്തു. ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അനുസരിച്ച് നടക്കുന്നു. കോരിത്തരിച്ചു പോയി ഈ വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കുമ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നാട്ടുകാർ ചോദിക്കും, അതിനകത്ത് എന്താണ് തെറ്റ്, അതിനകത്ത് എന്താണ് തെറ്റ്, അതിനകത്ത് എന്താണ് തെറ്റ്. എല്ലാവരും ചെയ്യുന്നതല്ലയോ? എല്ലാവരും ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് പറഞ്ഞു അത് ചെയ്യരുതെന്ന്. വേർപാടിൻ്റെ കൃത്യമായ ഉപദേശം പഠിക്കുന്നവരായിരിക്കണം നമ്മൾ. അവരങ്ങനല്ലയോ, ഇവരങ്ങനല്ലയോ, അവരൊക്കെ അങ്ങനെ ആയിക്കോട്ടെ, ഇവരിങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ അങ്ങനല്ല. കാരണം എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുതെന്ന്. ചിലപ്പോൾ അതിനൊന്നും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഉപദേശത്തിൻ്റെ എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് വേദപുസ്തകത്തിൻ്റെ അരിച്ചു പെറുക്കി നമുക്ക് അതിനൊരു ആൻസർ ചെയ്യാനൊന്നും പറ്റത്തില്ല. നീ എന്താ അത് ചെയ്യാത്തത്, നീ എന്താ അത് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആൻസർ ഇല്ലായിരിക്കും. പക്ഷേ നമ്മൾ പിന്തുടരുന്നതായ ഒരു വേർപാടിൻ്റെ ജീവിതം, അത് യോനാദാബ് മക്കൾക്ക് പകർന്നു കൊടുത്തു. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ പുത്രന്മാരും, ഇല്ലേ, അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഞങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്ത് ഒരിക്കലും വീഞ്ഞു കുടിച്ചിട്ടില്ല. എവിടെ ഇരിക്കുന്നത്? ദേവാലയത്തിൽ. ആരാ പറഞ്ഞത് വീഞ്ഞു കുടിക്കാൻ? പ്രവാചകൻ. എന്നിട്ട് അവർ പറഞ്ഞു ഒക്കെ ശരിയായിരിക്കും പാസ്റ്ററെ, പറഞ്ഞതൊക്കെ ശരിയായിരിക്കും, വീഞ്ഞു കുടിച്ചാൽ എന്തോ പ്രശ്നമെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. കുഴപ്പമൊന്നുമില്ലായിരിക്കും, ഞങ്ങൾക്കറിയത്തില്ല, പക്ഷേ ഞങ്ങൾ കുടിക്കത്തില്ല. എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, പക്ഷേ ഞങ്ങൾ കുടിക്കത്തില്ല. കുഞ്ഞുങ്ങളെ ഈ നിലയിൽ ആ ദൈവിക പാതയിൽ വേർപാടിൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമുക്ക് അങ്ങനെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുമോ എന്നുള്ളത് നമ്മൾ നോക്കണം. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, രേഖാബിൻ്റെ മകനായ യോനാദാബ് തൻ്റെ പുത്രന്മാരോട് വീഞ്ഞു കുടിക്കരുതെന്ന് കൽപ്പിച്ചത് അവർ നിവർത്തിച്ചിരിക്കുന്നു. അവർ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് ഇന്നുവരെ കുടിക്കാതെ ഇരിക്കുന്നു. എന്നാൽ ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല. അത് പഠിപ്പിക്കാനാ ദൈവം യിരെമ്യാവിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ദൈവം പറയുക, നോക്കടാ, യിരെമ്യാവിനോട് പറയുക, നീ എത്ര പരിശ്രമിച്ചില്ല അമ്മമാരെ കൊണ്ട് വീഞ്ഞു കുടിപ്പിക്കാൻ പറ്റിയോ? ഇല്ല. കാര്യം എന്നാ? അവരുടെ പിതാവ് മരിച്ചുപോയ അപ്പൻ പറഞ്ഞു വീഞ്ഞു കുടിക്കരുതെന്ന് അവരനുസരിക്കുന്നു. തലമുറകളായിട്ട് അനുസരിക്കുന്നു. ഇസ്രായേൽ മക്കളോട് നീ എന്ത് പറ? തലമുറകളൊക്കെ പോട്ടെ, എന്നും നിന്നോട് ഇത്രയും ഉപദേശിച്ചിട്ട് ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ല. രേഖാബിനായ യോനാദാബിന്റെ മക്കള് അവന്റെ മരിച്ചുപോയ അപ്പൻ പറഞ്ഞത് ഇപ്പോഴും അനുസരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വാക്കുകൾ, അതനുസരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ന് നമ്മൾ വളരെ നമ്മുടെ മക്കൾ നമ്മുടെ ആത്മീക പൈതൃകം പിന്തുടരുന്നവരായിരിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രേഖാബിൻ്റെ മക്കൾ ന്യായവും നീതിയും ഒന്നും നോക്കിയില്ല. രേഖാബിൻ്റെ മക്കൾ മറ്റുള്ളവർ പറയുന്നതൊന്നും ശ്രദ്ധിച്ചില്ല. അത് തെറ്റോ ശരിയോ എന്ന് പോലും ആലോചിച്ചില്ല. ഞങ്ങളുടെ അപ്പൻ ഇട്ട അതിന് ഞങ്ങൾ മാറ്റത്തില്ല, ഞങ്ങളുടെ അപ്പൻ പറഞ്ഞു കുടിക്കരുതെന്ന്. ചിലപ്പോൾ നമ്മുടെ തന്നെ ചില ഉപദേശങ്ങളുടെ കാര്യത്തിനൊന്നും നമുക്കെന്താ, ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ അതിൻ്റെ തലനാരിഴ കീറി വാക്യം വായിച്ചൊന്നും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ പിതാക്കന്മാരുടെ അതിര് മാറ്റാതെ വേർപാടിൻ്റെ ഉപദേശം, ദ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ, നമ്മൾ പല കാര്യങ്ങളും ആളുകളൊക്കെ ചോദിക്കും, നിങ്ങളെന്താ അങ്ങനെ, നിങ്ങളെന്താ അത് ചെയ്യാത്തത്, നിങ്ങളെന്താ ഇത് ചെയ്യാത്തത് എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം. ഇല്ലേ? എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ, അതെല്ലാവരും ചെയ്യുന്നതല്ലേ? നമ്മളെല്ലാം പറയുന്നത് അതിപ്പോൾ ആരാ അങ്ങനെ ചെയ്യാത്തത്? എല്ലാവരും ചെയ്യുന്നതല്ലേ? മദ്യപിച്ചങ്ങ് വലിയ ഇതൊന്നും മത്തന്മാരൊന്നും ആകരുത്. അല്പം വീഞ്ഞു കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ലെന്നേ. അല്പം, ഈ അല്പം എത്രയും ആകുമെന്നുള്ളത് പിന്നെ അറിയത്തുള്ളൂ. അല്പം ഇങ്ങനെ കൂടി വരും. ഞാനതാ പറഞ്ഞത്, നമുക്ക് വാദിക്കാനും തർക്കിക്കാനും ഒന്നും പോകണ്ട. പക്ഷെ നമ്മുടെ പിതാക്കന്മാരിട്ട് ഇവിടെ അതിരുണ്ട്, അത് നമ്മൾ വിട്ടുകളയരുത്. ഹല്ലേലൂയ.
നമ്മുടെ മക്കൾ നമ്മുടെ ആത്മീക പൈതൃകം പിന്തുടരണം. രേഖാവിൻ്റെ മക്കൾ അവരുടെ ആത്മീക പൈതൃകം പിന്തുടരുകയാണ്. ആത്മീയ ശുശ്രൂഷകളിലും എല്ലാം ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ശുശ്രൂഷകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുപോകുവാൻ, ഞാൻ പ്രസ്ഥാനത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്, പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് കൊണ്ടുപോകുവാൻ മക്കളും കൊച്ചുമക്കളും ഒക്കെ കാണുമായിരിക്കും, അതല്ല ഞാൻ പറഞ്ഞത്. ആത്മീയ പൈതൃകം. ഫിലിപ്പോസിൻ്റെ മക്കളെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്ന ഒരു വേദഭാഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 21-ാം അധ്യായത്തിൽ നമ്മളതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഞങ്ങൾ സോർ വിട്ട് കപ്പലോട്ടം തികച്ച് തുലമായിസിൽ എത്തി സഹോദരന്മാരെ വന്ദനം ചെയ്ത് ഒരു ദിവസം അവരോടുകൂടെ പാർത്തു. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയയിലെത്തി 70-ൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. നോക്കുക, ഫിലിപ്പോസ് തന്നെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മരുഭൂമിയിൽ ഒന്നും കാണാതെ ഇറങ്ങി പുറപ്പെട്ട ആളാ. കർത്താവ് പറഞ്ഞു, പോടാ, തേരിനോട് ചേർന്ന് നടക്ക്, അവനെ സ്നാനപ്പെട്ട് കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്ക് അവനെ ആത്മാവ് പൊക്കി എടുത്തുകൊണ്ട് പോയി. ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഇപ്പൊ അവൻ്റെ മക്കളുടെ കാര്യം വന്നപ്പോൾ എന്താണെന്ന് അറിയാമോ? പ്രവചിക്കുന്ന 4 കന്യകമാർ. നമ്മുടെ ആത്മീക പൈതൃകം പിൻപറ്റുന്ന മക്കൾ നമുക്കുണ്ടാകണം. അതാണ് ദൈവം നമ്മളുടെ കുടുംബത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് നിൽക്കണം. വേദപുസ്തകത്തിൽ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് നിൽക്കുന്ന പല സംഭവങ്ങൾ, പഴയ നിയമത്തിൽ നമ്മൾ നോഹയുടെയും ഹാനോക്കിൻ്റെയും അബ്രഹാമിൻ്റെയും സാറയുടെയും എല്ലാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ നടന്ന അക്വിലാസും പ്രിസ്കില്ലയും എന്നാലോചിച്ച് നോക്കിയേ. എവിടെ വായിക്കുമ്പോഴും നമ്മൾ അക്വിലാസും പ്രിസ്കില്ലയും ഇല്ലേ? അക്വിലാസും പ്രിസ്കില്ലയും അതാണ് നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം അവർ അഥേന വിട്ട് കൊരിന്തിൽ വന്നു. യഹൂദന്മാർ എല്ലാവരും റോമാ നഗരം വിട്ടുപോകണം എന്ന് ക്ലൗദ്യോസ് കൽപ്പിച്ചതുകൊണ്ട് ഇത്താലിയയിൽ ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ് കാരൻ അക്വിലാസ് എന്നു പേരുള്ള ഒരു യഹൂദനെയും അവൻ്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ടു. അവരുടെ അടുക്കൽ ചെന്നു തൊഴിലൊന്നാകെ കൊണ്ട് അവർ അവരോടുകൂടെ പാർത്തു വേല ചെയ്തു പോന്നു. അവരുടെ തൊഴിൽ കൂടാരപ്പണിയാണെന്ന് പൗലോസ് എഴുതിയിരിക്കുന്ന കാര്യമാണ്, പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്നാൽ റോമാലേഖനത്തിൽ വരുമ്പോൾ അവരെക്കുറിച്ച് വീണ്ടും പറയുന്ന വേദഭാഗം അതിൻ്റെ 16-ാം അധ്യായത്തിൽ അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ, ക്രിസ്തുവേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരനായ പ്രിസ്കയെയും അക്വിലാവിനെയും വന്ദനം ചെയ്യുവീൻ. അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതികളുടെ സകല സഭകളും നന്ദി പറയുന്നു. നോക്ക്, കുടുംബമാണ്, പക്ഷേ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നവർ. പലപ്പോഴും ഇന്നത്തെ പല ആളുകളും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ചിലപ്പോൾ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയാൽ പലപ്പോഴും നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും. പൗലോസ് പറയുക, അവരെന്ത് ചെയ്തെന്നാ? അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തു. നോക്കുക, കുടുംബമായി ദൈവത്തെ സേവിക്കുന്നവരായ ആളുകൾ. അതിനുശേഷം ഒരു ഫാമിലിയെ നമ്മൾ കാണുന്നതിൻ്റെ 7-ാമത്തെ വാക്യത്തിലാണ്, എൻ്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരായ അന്ത്രോനിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവീൻ. അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമാകുന്നു. ആൻഡ്രോണിക്കസ് ആൻഡ് ജൂനിയ. എൻ്റെ കൊച്ചുമകൾക്ക് പേരിട്ടിരിക്കുന്ന ജൂനിയാന്ന്. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ജയിലിൽ കിടന്ന പാർട്ടികളാ. എൻ്റെ സഹബദ്ധന്മാരായ മൈ കിൻസ്മെൻ, മൈ ഫെലോ പ്രിസണേഴ്സാ, സുവിശേഷത്തിന് വേണ്ടി ജയിലിൽ കിടന്ന ആൻഡ്രോണിക്കസ് ആൻഡ് ജൂനിയാസ്. നമ്മൾ മനസ്സിലാക്കണം, ദൈവം വ്യക്തികളായി നമ്മളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ ദൈവത്തിനുണ്ട്. പക്ഷേ അതേപോലെ തന്നെയുള്ള സ്വപ്നം കുടുംബം എന്ന നിലയിലും ദൈവത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. കുടുംബം എന്ന് പറയുന്നത് തന്നെ ഒരു ദൈവിക പദ്ധതിയാണ്. കാരണം ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, മിഷൻ പൂർത്തീകരിക്കുവാൻ പുരുഷന് മാത്രമല്ല ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, പുരുഷനെ സഹായിക്കുവാൻ, സഹായിയായി ശക്തീകരിക്കുന്നവളായി ഒരു ഭാര്യയെ, ഒരു കൂട്ടായ തുണയെയും ദൈവം ഒരുക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള അനേക കുടുംബം ഒരിക്കലും ആത്മീയ ജീവിതത്തിനൊരു തടസ്സമല്ല.
നോഹ ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. രണ്ടുപേർക്കും ഭാര്യ മക്കളൊക്കെ ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല. നോഹയ്ക്ക് അവൻ്റെ ഭാര്യ, ഈ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഭ്രാന്ത് മുഴുവൻ സഹിച്ച്, എന്തെല്ലാം ഭ്രാന്താ പറയുന്നത്, പെട്ടകം പണിയണം, എവിടാ മലയാളം മുണ്ടയ്ക്ക് പെട്ടകം പണിയണം, എല്ലാം. പക്ഷെ കൂടെ നിന്നു. ദൈവം കൊടുത്തിരിക്കുന്ന ദൗത്യം നിർവഹിക്കാൻ ഭർത്താവിൻ്റെ കൂടെ ഭാര്യ നിൽക്കണം. ഭാര്യ മാത്രമല്ല, മക്കളും. നോഹയുടെ 3 മക്കളും അവരുടെ ഭാര്യമാരും, ഞാനതാ പറഞ്ഞത്, മക്കൾ പിന്നെയും നിൽക്കുമെന്ന് പറയാം, മരുമക്കളും എല്ലാവരും ഒരുമിച്ച് ദൈവിക പദ്ധതിക്ക് വേണ്ടി നിലകൊണ്ടതാണ് നമ്മൾ കാണുന്നത്. അബ്രഹാം ദൈവം അവനെ വിളിച്ചിറക്കിയപ്പോൾ എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു. സാറാ പറഞ്ഞില്ല, പിന്നെ ഇവിടെ തന്നെ ഞാൻ ജീവിക്കുന്നത് എന്ത് കഷ്ടപ്പെട്ട, ഇനി എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും അറിയാൻ വയ്യാതെ നിങ്ങളുടെ പുറകെ ഇറങ്ങി തിരിച്ചാൽ എന്തോ ആകും, ഞാൻ ഇവിടെ താമസിക്കാം, നിങ്ങളെന്നാ പോയിട്ട് വാ എന്ന് പറഞ്ഞില്ല, ഇറങ്ങി പുറപ്പെട്ടു. ഇസഹാക്ക്, അവനെ ഈ സാറായും അബ്രഹാമും കൂടെ വളർത്തിയതാ. ഇത്രയും പ്രായമുള്ള അപ്പനും അമ്മയും പ്രായമായപ്പോൾ ഉണ്ടായ കൊച്ചാണെന്ന് പറഞ്ഞ് ഓമനിച്ച് അവനെ എന്തെങ്കിലുമൊക്കെ കാണിക്കാനായിട്ട് വിട്ടില്ല. പകരം അപ്പൻ, നിന്നെയാണ് ദൈവം യാഗമാക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ സ്വയം വിറകിൻ്റെ മുകളിൽ കയറി മരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തവനായ ഇസഹാക്ക്. ഇസ്രായേൽ ഗൃഹം പണിതതായ റാഹേലും ലേയയും, എത്രയോ ഉദാഹരണങ്ങൾ. കുടുംബമായി ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത കുടുംബങ്ങൾ. ഇന്നും ദൈവം കുടുംബങ്ങളെ അന്വേഷിക്കുകയാണ്. വ്യക്തികളെ അന്വേഷിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ വ്യക്തികളെ മാത്രമല്ല, വി നീഡ് ഫാമിലീസ്. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിൻ്റെ പാത പിൻപറ്റുന്നതായ അനേക കുടുംബങ്ങളെ നമുക്ക് വേണം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള മിഷൻ എന്താണ്, പദ്ധതി എന്താണ്, ദൈവിക പദ്ധതി, അത് വ്യക്തി എന്ന നിലയിൽ എന്താണ്, കുടുംബം എന്ന നിലയിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. തീർച്ചയായും വ്യക്തി എന്ന നിലയിൽ ഞങ്ങളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ നിനക്കുണ്ട്. വ്യക്തിപരമായി ഞങ്ങൾ ഓരോരുത്തരും സൃഷ്ടിയിൽ നീ എന്ത് വിഭാവന ചെയ്തോ അത് തന്നെ പിന്തുടരുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവേ, നിന്റെ മൂക്കിൽ നിന്ന് ലഭിച്ച ജീവശ്വാസം ശ്വസിച്ചുകൊണ്ട് നിരന്തര സമ്പർക്കത്തിൽ നിന്നോട് കൂടെ ഏദൻ തോട്ടത്തിലായിരുന്ന ആദാമിനെയും ഹവ്വയെയും ഞങ്ങൾ ഓർക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ പാപം ചെയ്ത് ഞങ്ങൾ തേജസ്സിൻ്റെ വസ്ത്രം കീറിക്കളഞ്ഞപ്പോൾ വീണ്ടും നിന്റെ പുത്രനെ അയച്ച് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ച് ഞങ്ങളെ വീണ്ടും പാപത്തിൽ നിന്ന് മോചനമുള്ളവരായി ഞങ്ങളെ വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചവനെ ഞങ്ങൾ അറിയുന്നു, ഞങ്ങളെ വീണ്ടെടുത്തവനെ ഞങ്ങൾ അറിയുന്നു. എന്നാൽ കർത്താവേ, ഞങ്ങളെ വീണ്ടെടുത്തിട്ട് നീ നിന്റെ കാര്യം നോക്കാനല്ലല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ പിന്നെ വിടാതെ ഞങ്ങളെ കൂടെ നടക്കുകയാണ്. ഒരു നിരന്തര സമ്പർക്കം, ഇടവേളകളില്ലാത്ത ബന്ധം, കൊമ്പും മുന്തിരിവള്ളിയും പോലെ ഇഴചേർന്ന ഒരു ജീവിതം നീ ഞങ്ങൾക്ക് നൽകണമേ. തന്നെയല്ല കർത്താവേ, ഞങ്ങൾ നീതീകരിക്കപ്പെട്ടു, ഒരു വാതിൽ കടന്നതുപോലെയാണതെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവുള്ളവരായി. എന്നാൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. ആത്യന്തികമായി ആ തേജസ്സിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ. ആ തേജസ് ഞങ്ങൾക്ക് പ്രാപിക്കണം. വ്യക്തിപരമായി ഞങ്ങൾക്ക് തേജസ് പ്രാപിക്കണം. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നിന്റെ അതേ പ്രതിമയായി ഞങ്ങൾ രൂപപ്പെടണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ അതേസമയം കർത്താവേ, നീ നേടിയെടുത്ത ഈ സമാധാനത്തിൻ്റെ സന്ദേശം, നിരപ്പിൻ്റെ ശുശ്രൂഷ, അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തവരായി ജീവിക്കുന്ന പതിനായിരങ്ങൾ, കോടികൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട്. അവരെ കർത്താവിലേക്ക് നിരപ്പിക്കുവാൻ തക്കവണ്ണം നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുകയാൽ സ്തോത്രം. അതിൻ്റെ നിർവഹണത്തിന് വ്യക്തിപരമായി ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നാൽ അതേപോലെ തന്നെ കർത്താവെ, ഈ നാളുകളിൽ ദൈവികരായ കുടുംബങ്ങളെ നീ ഉണർത്തണമേ, ഉയർത്തണമേ, പരിപാലിക്കണമേ. ഞങ്ങളുടെ സഭകളിലൊക്കെ
ദൈവികരായ കുടുംബങ്ങൾ, വ്യക്തികൾ വരുന്നത് മാത്രം പോരാ കർത്താവേ, കുടുംബമായി കർത്താവേ ഞങ്ങളുടെ സഭകളിൽ ആത്മികരായ കുടുംബങ്ങൾ ഉണ്ടാകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ രേഖാബിയനായ യോനാദാബിൻ്റെ മക്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾ വീഞ്ഞു കുടിക്കത്തില്ല, കുഴപ്പമില്ലെന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും, പക്ഷേ ഞങ്ങളുടെ അപ്പൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വീഞ്ഞു കുടിക്കരുതെന്ന്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ അതിർമാറ്റാതെ വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. പലപ്പോഴും അതിനുവേണ്ടി ത്യാഗം സഹിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ കർത്താവേ, അതൊന്നും നഷ്ടമല്ല. കാരണം ഞങ്ങളുടെ ജന്മസാഫല്യം എന്ന് പറയുന്നത് നിന്റെ ഹിതത്തിനനുസരിച്ച് ഞങ്ങളെ രൂപപ്പെടുത്തുകയും ആത്യന്തികമായി ആ തേജസ്സിൽ ഞങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളിപ്പോൾ ആ തേജസ്കരണത്തിൻ്റെ പാതയിലാണെന്ന് ഞങ്ങൾക്കറിയാം. അവിടെ എത്തുവോളം ഞങ്ങളെ സൂക്ഷിക്കണമേ. നിന്റെ സാക്ഷികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.